തലമുറയിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കാത്ത നിലകളിൽ ദൈവം യൗവനക്കാരെ ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്നെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിച്ച ആദ്യ കാലഘട്ടങ്ങൾ, അതായത് ഒരു 10, 15, 16, 17, 18 വർഷങ്ങൾക്ക് മുമ്പ്, ആ ഒരു സമയത്ത് യൗവനക്കാർ അഭിഷേകം പ്രാപിക്കുകയും ദൈവസാന്നിധ്യം അനുഭവിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും മിനിസ്ട്രി റിലേറ്റഡായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ആ സമപ്രായക്കാരായ പലരും ശുശ്രൂഷയിൽ ഇറങ്ങിയ കുറച്ച് പേര്, ചിലരിന്ന് മിനിസ്ട്രിയിലില്ല, ചിലർ വ്യത്യസ്ത ജോലികളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ സെറ്റിൽഡായി, ചിലർ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടു പോയി. പക്ഷേ ഈ ഒരു തലമുറയിൽ കഴിഞ്ഞൊരു 10 വർഷത്തിന് താഴെ നോക്കിയാൽ ഈ മാൻഡിൽ ഒരു പ്രായമായവർക്ക് ദൈവം കൊടുക്കുന്നില്ലെന്നുള്ളതല്ല, പക്ഷേ ആ ഒരു പകർച്ച ശുശ്രൂഷ മുഖത്ത് നിൽക്കാൻ അടുത്തൊരു തലമുറയെ ദൈവം അസാധാരണമായിട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ഉണർവിനെ വഹിക്കാൻ ഒരു ദർശനം പരിശുദ്ധാത്മാവിനാൽ ലഭിക്കാതെ പോലും നമുക്കിതിനു വേണ്ടി നിൽക്കാൻ പറ്റുകയില്ലെന്നുള്ളതാണ് സത്യം. ഫെസിലിറ്റീസ് ഒത്തിരി ഉള്ളവർ, കഴിവുകൾ ഒത്തിരി ഉള്ളവർ, അവർക്ക് കഴിയാത്ത പലതും പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിനെ നിയോഗത്തോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു വലിയ ആത്മപകർച്ച പരിശുദ്ധാത്മാവ് ചെയ്യും. പകർച്ച എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു തലമുറയെ ദൈവം നിങ്ങളുടെ തരും. ആമേൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഇതൊരു യൂത്ത് സൺഡേ എന്നുള്ള പേരാണെന്ന് പറഞ്ഞാലും യൗവനക്കാരുണ്ട്, മുതിർന്നവരുണ്ട്. അതുകൊണ്ട് എനിക്കൊരു തലമുറകൾ യൗവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പ്രസംഗം നടക്കുകയല്ല. അങ്ങനെ ഒരു മെസ്സേജ് മാത്രമാണെങ്കിൽ നമ്മൾ ഈ ലൈവെല്ലാം കട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് വളരെ ഹൃദയം തുറന്ന് ഇവരുടെ അടുത്ത് നിൽക്കേണ്ടി വരും. എന്നാൽ ഇതൊരു സഭായോഗം കൂടെയാണ്. നിശ്ചയമായിട്ടും ഇതിനകത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമക്കളുണ്ട്, ആരാധനയ്ക്ക് വന്നവരുണ്ട്. അവർക്കും കൂടെ ഇന്ന് പകൽ പ്രയോജനപ്പെടുന്ന നിലയിൽ ഒരു കൊച്ചു സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്നിച്ചൊന്ന് ധ്യാനിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ അറിയാതെ ഞാൻ നിങ്ങളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നിശ്ചയമായിട്ടും തുടർന്നും ഒരുമിച്ച് പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ കർത്താവ് അവസരങ്ങൾ തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും നമുക്ക് പലപ്പോഴും കാണേണ്ടതായതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ ലേഖനത്തിലേക്കാണ് നമ്മൾ ഒന്നിച്ചു പോകുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ പ്രശസ്തമായൊരു വാക്യങ്ങളിൽ ഒന്നാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പ്രത്യേകാൽ ഈ ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്യങ്ങളിൽ 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ടെ. പിതാക്കന്മാരെ, നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ വചനം. പരിശുദ്ധയാത്മാവ് നിശ്ചയമായിട്ടും ഇന്ന് പകൽ ഇതിനകത്തൂടെ നമ്മളോട് സംസാരിക്കട്ടെ. കഴിയുമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് 1 മിനിറ്റ് ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായ്കളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് തുറന്നാട്ടെ. നിങ്ങളുടെ കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കേണ്ടത്. ദൈവാത്മാവാണ് നമ്മളോട് ഇടപെടേണ്ടത്. ഈ മണിക്കൂറുകൾ കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ലൈഫിനകത്തുണ്ടാകാൻ, ഒരു അനുഭവത്തിനകത്ത് അല്ലെങ്കിൽ അനുഭവം എക്സ്പീരിയൻസിനകത്ത് നിന്നുള്ളൊരു പ്രസംഗമല്ല. പരിശുദ്ധാത്മാവ് എന്താണോ ഈ പകൽ നമ്മളുടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ദയവായി നിങ്ങളുടെ വായ്കളൊന്ന് തുറന്നാട്ടെ. പരിശുദ്ധാത്മാവെ, നിങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മീതെ ഒന്ന് പകരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മീതെ പകരണേ. എല്ലാ വായ്കളും തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മീതെ പകരണമേ. ഷബാലാബ റഹസ്മന പ്രഭാർത്ഥനാദിയ. 1-2 മിനിറ്റുകളൊന്ന് ദയവായി അന്യഭാഷയിൽ സംസാരിക്കുക. വാക്കുകൾക്കകത്ത് വലിയ ദൈവ സാന്നിധ്യം
ഈ അന്തരീക്ഷത്തിനകത്ത് നിറയട്ടെ. ഈ ഹോള് വലിയ ദൈവമഹത്വം കണ്ട ഹോളാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ പകർച്ച നടന്ന ഹോളാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വായികൾക്കകത്ത് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ ദയവായി നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മീതെ തീവ്രമായിട്ട് ഇറങ്ങി വരട്ടെ. ശബനാർത്ഥന പ്രഭാർത്ഥന. കമോൺ, സ്പീക്കിംഗ് ടൈംസ്. 1-2 മിനിറ്റുകളൊന്ന് സംസാരിച്ച് ലബിനി ഹർബസ് മന പ്രഭാർത്ഥന ലൈബ്ര ഫഹൂസ് മനാദിയ ലൈഫ്രസ്മാനെ വെൽക്കെമീസ് മഹാരി അൽബ്രഹേൻഡലേരിയ ഷെഫോരിയാർ ബിബി കാറ്റല റബൗഷസ് ബക്കറ്റലേരിയ ലാറ ബഹണ്ടല പ്രഭാർത്ഥന ലൈഫ്രസ് മനാദിയ. യേശുവിൻ നാമത്തിൽ ഈ ക്ലൈമറ്റ് തുറന്നു വരട്ടെ. വചനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ഈ അന്തരീക്ഷം യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ക്ലൈമറ്റ് തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ക്ലൈമറ്റ് തുറന്നു വരട്ടെ. ലബാരിയ റബാർത്ഥന ഷഹാദനാദിയ അബീദൽ കമാർത്ഥന പ്രവചകൽ കമാർത്ഥന ഷൈഡിൽ ബർത്തനാദിയ. ആ നിയോഗങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിനായി നന്ദി. തുറക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അന്തരീക്ഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. ഇരുളിൻ്റെ സർവ്വ സ്വാധീനങ്ങളുടെ മീതെ ഈ പകൽ ഞങ്ങളൊരു ദൈവിക ജയത്തെ പ്രഖ്യാപിക്കുന്നു. വചനം ഈ ജനത്തോട് ഇടപെടട്ടെ. വചനത്തിൻ്റെ തീ ഇവരുടെ അകത്ത് കയറട്ടെ. ഞങ്ങളുടെ പരിമിതികൾക്ക് മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ഇടപെടലുകൾ ഇന്ന് പകൽ സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്ന് ചിരിച്ചാട്ടെ എൻ്റെ കർത്താവ്. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖന ഭാഗം. ദൈവവചനത്തിൽ യോഹന്നാൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അനുഗ്രഹീതനായൊരു ദൈവമനുഷ്യൻ. പ്രായം കൊണ്ട് മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ ഏറ്റവും ഇളയവനായ ഒരു അനുഗ്രഹീത ദൈവമനുഷ്യൻ. കർത്താവിൻ്റെ അടുക്കൽ അദ്ദേഹം വരുമ്പോൾ അന്ന് യേശു കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ആഴമായി മനസ്സിലാക്കിയ ഒരു അനുഗ്രഹീത അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏറ്റവും പ്രായം ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു യോഹന്നാൻ. സാധാരണ ശിഷ്യന്മാരുടെ രക്തസാക്ഷിത്വം അല്ലാതെ ഒരു നോർമൽ ഡെത്ത്, സാധാരണ മരണം കൈവരിച്ച് പിതാവിങ്കൽ ചേർക്കപ്പെട്ട അങ്ങനെ ഭാഗ്യം ലഭിച്ച ശിഷ്യന്മാരിൽ ഒരുവനാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ ആത്മനിയോഗത്തോടുകൂടെ അദ്ദേഹം പുതിയ നിയമസഭയെ അഭിസംബോധന ചെയ്ത് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനം. യോഹന്നാൻ്റെ ലേഖനം പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കേണ്ടുന്നത്. സുവിശേഷങ്ങൾക്കകത്തൂടെയും ലേഖനത്തിനകത്തൂടെയും പ്രത്യേകാൽ പ്രവചന പുസ്തകത്തിനകത്തൂടെയും യോഹന്നാൻ ദൈവസഭയുടെ വ്യത്യസ്തമായ 3 തലങ്ങളെ ആത്മാവിൽ അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന ആദരണീയമായ ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിപ്പാടിനെ തന്നെ സംസാരിക്കുന്ന ഒരു യോഹന്നാൻ്റെ സുവിശേഷം. ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളാണ് യോഹന്നാൻ പ്രധാനമായും ലേഖനത്തിലൂടെ നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവസ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനകത്തെയും ജീവിത ശൈലികൾക്കകത്തും നിരന്തരം അയാൾ ആവർത്തിക്കുന്ന ഒരു വാക്ക് ദൈവസ്നേഹം എന്ന വെളിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകൾക്കകത്തൂടെയും നമ്മിലേക്ക് അയാൾ പകരാൻ ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ളവരായി മാറണം എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷം ഏറ്റവും ശക്തമായി വ്യത്യസ്തമായി നിൽക്കുന്നത് ഒറ്റ അധ്യായങ്ങളിലാണ്. ലേഖനമാണ് നമ്മുടെ വിഷയമെങ്കിൽ അവിടുന്ന് ഒന്നിങ്ങനെ പറഞ്ഞു കൊണ്ടുവരാം. ഒറ്റ അധ്യായമാണ്.
ആ അധ്യായം വാസ്തവത്തിൽ യോഹന്നാൻ 17 അധ്യായമാണ്, യേശുവിൻ്റെ കർത്തൃ പ്രാർത്ഥന. ആ ഒറ്റ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേഖനത്തിൻ്റെ വെളിപ്പാടുകൾ കേന്ദ്രീകൃതമായിരിക്കുന്നത്. ഞാൻ മാക്സിമം എല്ലാവർക്കും ഈ ദൂത് സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശാന്തമായി നമുക്കൊരുമിച്ചായിരിക്കാം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നിൽക്കുന്നത് പോലെ കടുകട്ടി വെളിപ്പാടുകളൊന്നുമായിട്ടല്ല നിൽക്കുന്നത്. വളരെ ലൈറ്റായി എല്ലാവർക്കും ഈ സന്ദേശം അനുഗ്രഹമായി തീരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് എൻ്റെ കൂടെ നിങ്ങൾ വരണം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദൈവസാന്നിധ്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, ആത്മാവ് അതിശക്തമായി സമ്മേളിക്കുന്ന യോഹന്നാൻ്റെ ലേഖനങ്ങൾക്കകത്തൂടെ പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട ആഴമായ ചില വെളിപ്പാട്. ആ ആഴമായ വെളിപ്പാടിൽ ഏതാണ്ട് 100 വയസ്സോളം ജീവിച്ചിരിക്കുന്ന യോഹന്നാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ആത്മീക അനുഭവങ്ങളിൽ നിന്നും താൻ എഴുതി തുടങ്ങുകയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശിഷ്യന്മാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന 100 കണക്കിന് ചോദ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത. മറ്റുള്ളവർക്ക് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ പ്രവാചകന്മാരിൽ ആരോ ഒരാളാണ്, ഇരമ്യാവിനെ പോലെ, യഗസ്കേലിനെ പോലെ, പഴയ നിയമ എലിയാവിനെ പോലെയൊക്കെയുള്ള ഒരു പ്രവാചകനായിട്ടാണ് അങ്ങയെ കാണുന്നത്. ആ കാഴ്ചപ്പാട് ജനത്തിന് ഇന്നും മാറിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. സ്തോത്രം. കർത്താവിനെ അങ്ങനെ കാണുന്നു. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു? പത്രോസാണ് ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ഈ വെളിപ്പാട് യോഹന്നാന് ലഭിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം തോന്നരുത്. പറഞ്ഞത് പത്രോസാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പക്ഷേ യോഹന്നാൻ പറയുന്ന വെളിപ്പാടിൻ്റെ ആഴം വെച്ച് നോക്കിയാൽ പത്രോസ് പറയുന്ന വെളിപ്പാട് ആഴമേറിയതാണ്. പക്ഷെ അതിനേക്കാൾ കൃത്യമായ വെളിപ്പാടാണ് യോഹന്നാൻ പറയുന്നത്. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഒന്നും കൂടെ കയറി പറയുന്നു, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടിനേക്കാൾ ആഴമാണ് അവൻ ആദി മുതലുള്ളവനാണ് എന്നുള്ള ഭാഗം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. പുത്രൻ എന്നുള്ള വെളിപ്പാടിനും മുകളിലാണ് അവൻ ആദിയായിരുന്നു എന്നുള്ള വെളിപ്പാട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയാൽ പ്രധാനമായും താൻ യൗവനക്കാരോടും ദൈവസഭയോടും സംസാരിച്ചു തുടങ്ങുകയാണ്. തൻ്റെ ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഴച്ചു നിൽക്കുന്നതും ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട വെളിപ്പാടുകൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, അയാൾ വിളിക്കുകയാണ് പിതാക്കന്മാരെ. ആ ഭാഗം ഭയങ്കര ശ്രദ്ധേയമാണ്. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആ വാക്കിൻ്റെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അടുത്ത വാക്കാണ് ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പിതാക്കന്മാരെന്ന് അർത്ഥമാക്കുന്നത് പ്രായം കൊണ്ട് മുതിർന്നവരെ മാത്രമല്ല, ആദി മുതലുള്ളവനെ കുറിച്ചുള്ള ആഴമേറിയ ആത്മീക വെളിപ്പാട് ഒരുവൻ്റെ അകത്ത് എപ്പോൾ കയറുമോ അവന് യോഹന്നാൻ കൊടുക്കുന്ന സ്പിരിച്വൽ പൊസിഷനാണ് അവൻ ക്രിസ്തുവിൽ പിതാവാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിതാവാണ്. ആ പ്രായത്തിൻ്റെ വളർച്ചയാണ്. ഈ ആത്മീക ശൈശവത്വത്തിൽ നിന്നും ആത്മീക പിതൃത്വത്തിലേക്ക് നാം വളരണം എന്നുള്ള ഒരാഴമേറിയ അനുഭവം. ഈ പിതാക്കന്മാരെ കുറിച്ച് പറയാം, നിങ്ങൾ ആദ്യം മുതലുള്ളവനെ കുറിച്ച് അറിയുന്നല്ലോ. ഈ ആദ്യം മുതലുള്ളവൻ ആരാണ്? സകലത്തിനും ആരംഭമായവൻ, എല്ലാത്തിനെയും ഉളവാക്കിയവൻ, ഉന്നതനായ ദൈവം. ഒരു ദൈവപൈതൽ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന അനുഭവങ്ങളിൽ ഒന്ന്, ആദ്യം മുതലുള്ളവനെ നമ്മൾ അറിയണം. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇഷ്ടം.
ഒന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ബാല്യക്കാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ബാല്യക്കാരെ എന്ന് വിളിച്ചു തുടങ്ങുകയാണ്. ബാല്യക്കാരെ നിങ്ങൾക്ക് പ്രധാനമായി യങ് മാൻ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഒരു വലിയ ജനറേഷനെ നോക്കിയിട്ട്, യൗവനക്കാരെ മൊത്തം നോക്കിയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട വാക്ക്, നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന 3 സ്പിരിച്വൽ ക്വാളിറ്റികൾ എന്താണ്, 3 ആത്മീക പക്വതയുടെ ലക്ഷണങ്ങൾ എന്താണ്? നമ്പർ 1, നിങ്ങൾ ശക്തരാകണം. ഒന്ന് പറഞ്ഞ് ശക്തരാകുക. നല്ലപോലെ പറഞ്ഞ് ശക്തരാകുക. 2, ദൈവ വചനം നിങ്ങളിൽ വസിക്കുക. 3-ാമത്തെ പ്രത്യേകത, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുക. 3 സ്പിരിച്വൽ ഗ്രേഡുകൾ. 1, ശക്തരാകണം, വചനമകത്തുണ്ടാകണം, ദുഷ്ടനെ ജയിക്കണം. സിമ്പിളായിട്ട് ഞാനൊന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. ശക്തരാകണം, ദൈവ വചനം നിങ്ങളിൽ വസിക്കണം, ദുഷ്ടനെ ജയിക്കണം. എന്തുകൊണ്ടാണ് യൗവനക്കാരുടെ മീതെ ഇതുണ്ടാകണമെന്ന് നിർബന്ധമായും വാശി പിടിക്കുന്നത്? ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശാന്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതു പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായി ജീവിത ബന്ധം ആരംഭിക്കുന്ന സമയം അയാളെ ബൈബിൾ വിളിക്കുന്നത് അയാൾ ആത്മീക ശൈശവ പ്രായമാണ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ആത്മീക ശൈശവ പ്രായമാണ്. രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, സ്നാനം എന്നുള്ള ആദ്യ പാഠങ്ങൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടല്ലോ. ആദ്യ പാഠങ്ങൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, മാനസാന്തരപ്പെടുക, പരിശുദ്ധാത്മാവിന് അഭിഷേകം. നമ്മൾ ഇതിനെ ആദ്യ പാഠമായിട്ടല്ല, നമ്മൾ ഇതിനൊരു ഗ്രാജുവേഷൻ ലെവലിലാണ് കണ്ടേക്കുന്നത്. പക്ഷേ പൗലോസിൻ്റെ ഭാഷയിൽ ഒരു ആദ്യ പാഠം, ആദ്യത്തെ ബിഗിനേഴ്സിനുള്ള സ്ഥാനമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഈ ആത്മീക ശൈശവത്വത്തിൽ നിന്ന് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കയറുന്നതാണ് ആമേൻ ബാല്യം എന്നുള്ളത്. അപ്പം ഏജ് എന്നുള്ള പ്രായം എന്നുള്ള കാഴ്ചപ്പാടിൽ മാത്രം ഇതിനെടുക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് യോഹന്നാൻ പറഞ്ഞതാണ് എന്നുള്ള കാഴ്ചപ്പാടി മാത്രം ഇതിനെടുക്കരുത്. ഇതിനെ സ്പിരിച്വൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് വേണം എടുക്കാൻ. അപ്പോൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ജീവിതം, ഈ ഒരു ഗ്രേഡ് ബേസിക് ലെവലിനകത്ത് കിടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടൊരുത്തൻ ആത്മാവിൽ വളരുമ്പോൾ അയാളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ശക്തരായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ശക്തരായിരിക്കണം, വചനം നിങ്ങളിൽ വസിക്കണം, നിങ്ങൾ ദുഷ്ടനെ ജയിക്കണം. ദുഷ്ടനെ ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം. ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ എനിക്ക് ഭയങ്കര ബോധ്യമാണ്, ഇതിനകത്ത് ആത്മശക്തി അകത്തു പ്രാപിച്ച, വചനമകത്ത് നിറഞ്ഞ, കാലത്തും പിശാചിന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ, ആത്മാവിൽ ദുഷ്ടന്റെ മീതെ ആത്യന്തിക ജയം പ്രാപിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നോട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കമോൺ, ശബ്ദമൊന്ന് ഉയർത്തി പിടിച്ച കർത്താവിന് ഓ ഷൈനൽ ബർത്തരാജകൾക്ക് ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനത്തെ 3ആയിട്ട് ഞാൻ തരംതിരിച്ച് തന്നെ കൊണ്ടുപോകാം. 1-ാമത്തെ പഠനം പറഞ്ഞ് തന്നെ തുടങ്ങുകയാണ്, നിങ്ങൾ ശക്തരാകുക. എല്ലാവരും പറഞ്ഞ് ശക്തരാകുക. ശക്തരാകണം എന്നുള്ളതിൻ്റെ ആത്മീക വെളിപ്പാടും ദൈവവചനം നിങ്ങളിൽ വസിക്കണം. ഇതിനെ ഞാൻ തിരിച്ചാണ് നിങ്ങളുടെ പഠിപ്പിക്കുന്നത്. വാക്കുകൾ വചനം കൂട്ടുകയല്ല, ഇതിനെ തിരിച്ച്, ഇതിൻ്റെ ABCD എന്നുള്ളതിനെ ഞാനൊന്ന് തിരിച്ചു പഠിക്കണം. B ആദ്യമായിട്ടും A രണ്ടാമതായിട്ടും അങ്ങനെ തിരിക്കുകയാണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ ആദ്യത്തത് വചനം നിങ്ങളിൽ വസിക്കണം. വചനം ഒരുവൻ്റെ അകത്ത് വസിച്ചാൽ അവൻ ഉണ്ടാകുന്ന റിസൾട്ടാണ് ശക്തി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. വചനം ഒരുവൻ്റെ അകത്ത് വന്നാൽ, ദൈവ വചനം ഒരുവൻ്റെ അകത്ത് വസിക്കാൻ തുടങ്ങിയാൽ, വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് വെളിപ്പെടുന്നതാണ് ശക്തി. ഈ ശക്തി നിന്റെ മീതെ വന്നാൽ ഓട്ടോമാറ്റിക്കലി ദുഷ്ടന്റെ മീതെയുള്ള ജയം നിന്നിൽ ഉണ്ടായിരിക്കും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ മീറ്റിംഗ് ഒരു ഞായറാഴ്ച യൂത്ത് സൺഡേ എന്ന് പറഞ്ഞ് നടത്തുകയല്ല. ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ബാല്യക്കാരെ ഇറക്കി സാത്താന്യ രാജ്യത്തെ പൊട്ടിക്കാൻ പോകുകയാണ്. യൗവനക്കാരെ എഴുന്നേൽപ്പിച്ച് സാത്താന്യ രാജ്യത്തെ ദൈവാത്മാവ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി, വചനഭാഗത്തുള്ളൊരു തലമുറ,
വചനമകത്തുള്ള ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചും കൂടെ കൃത്യമായി കൊണ്ടുവരാം. അപ്പോൾ ഒരുവൻ ശക്തി കേന്ദ്രീകൃതമാകണമെങ്കിൽ, ഒരുവൻ ദൈവശക്തിയാൽ നിറയണമെങ്കിൽ, മനസ്സിലാക്കുക, കൈയടിക്കുക, ആമേൻ പറയുക, അന്യഭാഷ പറയുക എന്നുള്ള ദൈവശക്തിയുടെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇവിടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്ന ദൈവശക്തി നമ്മുടെ ആത്മമനുഷ്യനിൽ, പ്രധാന സോഴ്സ് മഹാദൈവത്തിൻ്റെ അകത്ത് ആത്മാവിൽ മാത്രം ചലിക്കുന്ന ശക്തിയുടെ വ്യാപാരമാണ്. ഈ ശക്തി നമ്മിൽ ഉണ്ടാകണമെങ്കിൽ വചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഏരിയ, വചനം നമ്മുടെ അകത്തുണ്ടാകണം. ഒരാമയും പറഞ്ഞാട്ടെ. എന്തോ ഉണ്ടാകണം? വചനം. യൗവനക്കാരോട് ഹൃദയം തുറന്നു പറയാം, ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പേഴ്സണലായിട്ട് ദൈവവചനവുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. സ്തോത്രം. അറ്റവും മുറി അറിയാത്ത കുറേ വാക്യങ്ങളും, പൗലോസാണോ യോഹന്നാനാണോ എന്ന് അവൻ ഇത് പറഞ്ഞെന്നറിയാത്ത കുറേ ബൈബിളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ആരോ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നറിയാവുന്ന കുറേ സാധനങ്ങളും ദൈവവചനത്തിന് മുമ്പിൽ പ്രോപ്പറായി ഇരിക്കാത്ത മനോഭാവവും ഇന്ന് നമ്മുടെ അകത്തൊന്നും മാറണം. സ്തോത്രം. ഈ യേശു കർത്താവ് ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനിങ്ങനെ ഓർക്കുകയാണ്. കർത്താവ് ഈ വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, ഒരു വയലിനകത്ത് വിത്ത് വിതച്ചു. എന്നിട്ട് വിതച്ചേച്ച് അന്ന് രാത്രിയിൽ ആ വിതച്ച പുള്ളി, അതായത് ആ വയലിൻ്റെ ഉടമസ്ഥൻ, അയാൾ ഉറങ്ങി. അന്ന് രാത്രിയിൽ ദുഷ്ടൻ വന്ന് വിത്തെല്ലാം പെറുക്കി കളഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, വിത്ത് പെറുക്കി കളഞ്ഞു, ചിലത് ചവിട്ടി നശിപ്പിച്ചു. അപ്പം പല വ്യാഖ്യാനം ശിഷ്യന്മാർക്ക് കിട്ടി. അവസാനം കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ സ്പെഷ്യൽ ട്യൂഷൻ ഇരിക്കുന്ന പോലെ കർത്താവ് ആ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, മക്കളെ, ഈ ഉരുക്കിയിട്ടിരിക്കുന്ന നിലം നിങ്ങളുടെ ഹൃദയമാണ്, വീണ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്, ദുഷ്ടൻ എന്ന് പറയുന്നത് സാത്താനാണ്. അടുത്ത വാക്ക്, സാത്താൻ ഹൃദയത്തിനകത്ത് നിന്ന് വചനത്തെ എടുത്തുകൊണ്ടു പോകുന്നു. അപ്പോൾ ശത്രുവിൻ്റെ രംഗപ്രവേശനത്തിൽ ഏറ്റവും പ്രധാന ഘടകം നിങ്ങൾ പരിശുദ്ധാത്മാവില്ലാത്തവരാകണമെന്നുള്ളതല്ല. ശത്രുവിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം നിങ്ങളുടെ കയ്യടിയുടെ പവർ കുറയണമെന്നല്ല. ശത്രുവിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയുക, വചനം ഇല്ലാതാകുക. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവവചനവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മീതെ അതിന് മുകളിൽ ഒരു ഡെലിവറൻസ് ദൈവം അയക്കാൻ പോവുകയാണ്. ദൈവവചനവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഞാനതിനെ സിമ്പിളായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കൊണ്ടുവരാം. ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കുക, ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരിക. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഇത് പിള്ളേർക്കുള്ള ദൂതല്ല ഇത്. സ്തോത്രം. ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം വരിക, വായിക്കാൻ പറ്റാതിരിക്കുക. ഇനി വായിക്കുന്നതാണ് അതിനേക്കാളും വലിയ രസം. ഇനി യോഹന്നാൻ്റെ സുവിശേഷം ഇപ്പോൾ എടുക്കുകയാണ്. 1-ാം അധ്യായം വായിച്ചു, 2-ാം അധ്യായം വായിച്ചു. ആമേൻ. ഇത് വായിച്ചു വരുമ്പോഴേ നമുക്കറിയാം, നമ്മൾ കുറേ കാലമായിട്ട് ഇത് കേൾക്കുകയല്ലേ, ഇതിൻ്റെ അവസാനം ഇതാണ്. യോഹന്നാൻ്റെ ഒരു സുവിശേഷം വായിച്ചു വരുമ്പോഴത്തെ ഇപ്പം ലാസറിൻ്റെ കാര്യം വായിക്കുകയാണ്. ഇത് അവസാനം മാർത്ത നെഞ്ചത്തടിച്ച് കരയും, കർത്താവ് വരും, കുഴപ്പമില്ലെന്ന് പറയും, ലാസർ എഴുന്നേക്കും. അടുത്ത അധ്യായം ലാസറും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നു, കർത്താവ് ഇന്നേനെ പറയുന്നു. ആദ്യത്തെ 10 വാക്യം വായിക്കുമ്പോഴേ ബാക്കിയുള്ള കണ്ടന്റ് നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരു പുസ്തകം വായിച്ച് തീർക്കുന്നവരുണ്ട്. നല്ല കാര്യം, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വായിച്ച് തീർക്കരുത്. ദൈവവചനവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കുക, വചനത്തെ മറന്നു പോകുക. വേറെ ഒന്നിനും കുഴപ്പമില്ല. വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരിക. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൂത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ചിലർക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഉറക്കം വരിക, വചനത്തിനകത്ത് നമുക്കുള്ള സ്വാധീനത നഷ്ടപ്പെടുക. മാത്രമല്ല, വാക്യം, ഇനി ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ച് പറയാം, വചനം മറന്നു പോകുക. ഇന്ന് കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്യമൊക്കെ കാണാൻ പിടിച്ച് ഇങ്ങനെ കയറി വരും, സ്റ്റേജിലോട്ട് കയറി ഇവിടെ നിൽക്കും, ഇവിടെ ഇരുന്നുകൊണ്ട് 2 ഗ്ലോറിയും കൂടെ കേൾക്കുമ്പോൾ ഉള്ള സാധനം എല്ലാം കൂടെ നിങ്ങളെന്ത് മിണ്ടാത്തെ. പാസ്റ്റർമാരെ കാണുമ്പോൾ വചനം മറക്കുക, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. വചനം മറക്കുക, വചന വെളിപ്പാട് വിട്ടുപോകുക. എന്തോ ഒരു വാക്യം ഉണ്ടായിരുന്നല്ലോ, വാക്യത്തിൻ്റെ തുടക്കം എന്തായിരുന്നു എന്ന് പറഞ്ഞ് സമയം കളയുക, വാക്യം കിട്ടാതെ വരിക, വചനവുമായിട്ടുള്ള ബന്ധം കുറയുക, വാക്ക് മറന്നു പോകുക. ഇന്ന് പകൽ ഈ പറയപ്പെടുന്ന രോഗലക്ഷണം ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോണം, ഇന്ന് കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ മീതെ സംഭവിക്കാൻ പോവുകയാണ്.
വചനം പെറുക്കി കളയുക, വചനം പെറുക്കുക, ബൈബിൾ വായിക്കാൻ പറ്റാതെ വരിക. ഇനി ഏറ്റവും വലിയ പ്രശ്നമാണ് ദൈവം അർത്ഥമാക്കുന്നതിനെ അല്ല നമ്മൾ വചനത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ എന്നെ മിണ്ടാത്തെ? സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം എടുക്കുകയാണ്, അവൻ ലേഖനം എടുക്കുക. ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം മുതലുള്ളവൻ ആദമാണ്. അപ്പൊ ആദമിനെ അറിയണം. ആ ഐറ്റം എടുക്കരുത്, അത് പൊട്ടത്തെറ്റാണ്. നിങ്ങൾ എന്നെ മിണ്ടാത്തെ? സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതലുള്ളവൻ ആദമാണ്. ആദം അതല്ല, നോ നോ നോ, ആ സാധനമല്ല ഇത്. ഇത് ദൈവത്തെക്കുറിച്ച് പറയണം. അപ്പം ദൈവവചനത്തെ നമ്മുടെ ഇഷ്ടത്തിൽ വ്യാഖ്യാനിക്കുക, വചനത്തിന്റെ വെളിപ്പാടില്ലാതാകുക. ഇന്നു പകൽ ഇത് പൊട്ടേണ്ടത് നമ്മുടെ 95-ാം വയസ്സിലല്ല, ഇത് പൊട്ടേണ്ടത് നമ്മുടെ തലമുറകൾക്കകത്താണ്. കാരണം വചനം അവന്റെ അകത്ത് കയറിയാൽ, ഇരമ്യാവ് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞാൽ, വചനം എൻ്റെ അസ്ഥിക്കകത്തേക്ക്. ഇന്ന് ഈ ദൂതി ഞാൻ ഇവിടെ പറയുമ്പോൾ, വചനമകത്തുള്ളവനെ പിശാചിന് പേടിയാണ്. വചനമകത്തുള്ളവനെ പിശാചിന് ജയിക്കാൻ പറ്റില്ല. ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ വചനം ഉപയോഗിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ആമൻ ആധികാരിക നിറവ് എന്നുള്ളതിന് പൗലോസ്ലീഹ പറയുന്നൊരു വെളിപ്പാട് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വിശദീകരിക്കുന്നില്ല, സിമ്പിളായി ഈ ഒരു വാക്യം ഒന്നൊരു കണ്ടന്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നേ വചനമകത്തുണ്ടാകണം എന്നുള്ളതിന് ഒരു പ്രധാന തെളിവ് പൗലോസ്ലീഹ പറയുന്നത്, യോഹന്നാൻ പറയുന്ന വാക്കുമായിട്ട് ചേർന്ന് തന്നെ ഒന്ന് പറഞ്ഞു പോകാം. 17-ാം അധ്യായം, ക്രിസ്തു വിശ്വാസത്താൽ, 17-ാമത്തെ വാക്യം 3:17, ക്രിസ്തു വിശ്വാസത്താൽ. എനിക്കതിൻ്റെ 16-ാം വാക്യം തൊട്ടൊന്ന് കിട്ടിയാൽ സന്തോഷം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും 16-ാം വാക്യം മുതൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും, 17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വരം നൽകണം, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഈ പറയപ്പെടുന്ന സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഒറ്റ വാക്കാണ്: ദൈവവചനത്തിൽ വസിക്കുക. ഒരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ അകത്ത് പലപ്പോഴും വചനമില്ല. വചനം നമ്മുടെ അകത്ത് പലപ്പോഴും നഷ്ടമായി പോകുന്നു. ഒരുവന്റെ ഉള്ളിൽ വചനമില്ല എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനിൽ ക്രിസ്തു ഇല്ല എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാണ് ആ വാക്യം കേട്ട്. ആമേൻ. ഒരുവനിൽ ദൈവ വചനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനിൽ ക്രൈസ്റ്റ് ഇല്ല, ക്രിസ്തു ഇല്ല എന്നുള്ളതാണ്. ആ വാക്ക് തന്നെ ഇവിടെ പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ, അപ്പോൾ ദൈവശക്തിയുടെ ബലം നമ്മുടെ ആത്മമനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ 17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തോ ചെയ്യണം? വസിക്കണം. അപ്പോൾ യേശു ക്രിസ്തു അകത്തുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ് അവൻ്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. ഏത് കാര്യത്തിനും കുറെ വാക്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരിക എന്നല്ല അതിൻ്റെ അർത്ഥം. കുത്തിയിരുന്ന് വാക്യം കാണാതെ വായിക്കണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ അർത്ഥം. കുറേ വാക്യങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ലേഖനം മൊത്തം കാണാതെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എഫേസ് ലേഖനം, റോമാ ലേഖനം, കൊരിന്ത്യ ലേഖനം, കൊരോസ് ലേഖനവും ഫിലിപ്പിയ ലേഖനവും ഒക്കെ ഒറ്റ സ്റ്റെപ്പിനിരുന്നുകൊണ്ട് മൊത്തം കാണാതെ പറയുന്ന 17 വയസ്സുള്ള 15 വയസ്സുള്ള വമ്പന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. ഇവിടെ എവിടെയോ കിടപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ലേഖനം മൊത്തം കാണാതെ പറയുന്ന പുള്ളികൾ വരുന്നത്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ വചനമായിട്ട് ഇരുന്നേ പറ്റൂ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ വ്യാപാരം നമ്മുടെ അകത്തുണ്ടാകണമെങ്കിൽ ആ വേർഡ് ഭയങ്കരമാണ്. വചനമകത്തു വസിക്കണം. ഓ ജീസസ്. ഈ അകത്തു വചനം വസിച്ചില്ലെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ദൈവശക്തിയുടെ വ്യാപാരം നമ്മളിൽ കുറയാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ.
ഇതിനകത്തുള്ളൊരു ഒരു 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 പ്രശ്നം ഞാൻ പറയാം. അന്യഭാഷ പഴയതിനേക്കാൾ കടുപ്പത്തി പറയുന്നുണ്ട്. പണ്ട് പറയുന്നതിനേക്കാളും പുതിയ കുറെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കയ്യടിയുടെ പവർ കൂട്ടുന്നുണ്ട്. അന്യഭാഷയും പ്രാർത്ഥനയും ശാസനയും ഒക്കെ നടത്തുന്നുണ്ട്. ശാസനയുടെ കൂടെ ഒരു ചവിട്ടും കൂടെ നിങ്ങൾ വിട്ടുന്നുണ്ടോ? ഐറ്റം പലതാണ് മാറിയും തിരിഞ്ഞ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പല ആത്മമണ്ഡലത്തിലും ദൈവശക്തിയുടെ വിജയം ഉണ്ടാകുന്നില്ല? ആൻസർ പറയാം. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആരംഭം മഹാദൈവമാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്നിൽ നിന്നും ദുഷ്ടന്റെ മീതെയുള്ള ജയമായി പരിണമിക്കുന്നത് നിന്നിലെ വചനത്താൽ മാത്രമാണ്. ഒരു വലിയ തോക്ക് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, ഗണ്ണ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് എന്തുവാ ഈ കാഞ്ചി വലിച്ച് അതിനെ ഒരു ഫയറാക്കാൻ, തീയാക്കാൻ എൻ്റെ കയ്യിൽ ആ തോക്കുണ്ട്. പക്ഷേ എനിക്കിത് ഉപയോഗിക്കാനുള്ള ബുള്ളറ്റ്സ് ഇല്ല. ബുള്ളറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കാഞ്ചി വലിക്കുമ്പോൾ അകത്തുണ്ടാകുന്ന സ്പാർക്കിൽ ആ ബുള്ളറ്റ് പുറത്തേക്ക് പോകൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. ശക്തി നമുക്കില്ലാഞ്ഞിട്ടല്ല, ശക്തി നമ്മുടെ അകത്ത് മാത്രം നിൽക്കുമ്പോൾ ദുഷ്ടന്റെ മീതെയുള്ള ജയമായി ഈ ശക്തി മാറാത്തതിന്റെ കാര്യം അകത്ത് വചനം നമ്മുടെ അകത്ത് പലപ്പോഴുമില്ല. പക്ഷെ ഇന്ന് ഉള്ളിൽ വചനം കയറിയാൽ നിന്റെ അകത്ത് കത്തുന്ന ദൈവത്തിന്റെ തീ ദുഷ്ടന്റെ മീതെയുള്ള ജയമായി മാറും. നിങ്ങൾക്ക് ആ വെളിപ്പാട് അകത്ത് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കണം. ഇത് ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണം. ഈ വചനം എവിടെ വസിക്കണം? ആ വാക്ക് പറഞ്ഞു നിർത്താം. ഹൃദയത്തിൽ. എല്ലാവരും പറഞ്ഞ ഹൃദയത്തിൽ. ഈ ഹൃദയത്തിൽ വചനം വസിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുക എന്ന് വെച്ചാൽ, ഈ വചനത്തിൻ്റെ ഇഷ്ടത്തിന്, വചനത്തിന് വാസയോഗ്യമായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഈ പലപ്പോഴും കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നമ്മൾ അനുവദിക്കും. പക്ഷെ വാക്യമായിട്ട് മാത്രം ഇരിക്കാനേ നമ്മൾ സമ്മതിക്കും. അത് നമ്മിൽ വെളിപ്പെടാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരു വീട് ഇപ്പോൾ വാടകയ്ക്ക് എടുക്കുക എന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. വീണ്ടും കേട്ടിട്ട് മാനസാന്തരം വരണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. വീട് ഇപ്പം റെൻറ്റിനെടുക്കുകയാണ്. ആ വീട് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 ബെഡ്റൂം, ഒരു ഹോള്, കിച്ചണൊക്കെ ഉള്ളൊരു വീട് ഞാൻ റെൻറ്റിനെടുത്തു. അവിടെ ചെന്ന് ഹൗസ് ഓണറിൻ്റെ നിന്ന് കീ മേടിക്കുക, എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലെ സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടി വരികയാണ്. വന്ന് വീട്ടിൽ സാധനമൊക്കെ ഇറക്കി വെച്ച് വന്നവരൊക്കെ പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് വീട് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട് സിറ്റ് ഔട്ടിലെ സാധനമൊക്കെ ഞാനിട്ട്, ഹോളിലെ സാധനമൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരിക. ഈ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചുള്ളവർക്കേ ഈ ദൂത് പെട്ടെന്ന് കത്തത്തുള്ളൂ. പ്രൈസല്ല. ഇങ്ങനെ വരികയാണ്. സിറ്റ് ഔട്ടിൽ ഞാൻ ചേറിട്ടു. അടുത്ത ലിവിങ് സ്പേസിലോട്ട് വന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടു. അന്നേരത്തിന് ഹൗസ് ഓണർ വന്നു. പുള്ളിക്കാരൻ വന്ന് എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്തോ ഒരു അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. ഇങ്ങനെ വന്ന് സാധനമൊക്കെ ഒതുക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതിന് മുമ്പ് ഞാനിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തെ, പുള്ളിയായിരുന്നു ആദ്യം ഇവിടെ താമസിച്ച്, എക്സാമ്പിളാണേ എൻ്റെ തമ്പുരാനെ, ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ സെറ്റി തിരിച്ചായിട്ടിരുന്നത്. അത് കുറച്ചും കൂടെ സൗകര്യം അതാണ്. ആൾക്കാർ വരുമ്പോഴേ ഓക്കെ ശരി, പുള്ളിക്കാരൻ്റെ ഒരു സജഷൻ അംഗീകരിച്ചു. ആ സെറ്റ് കിട്ടു. ഞാൻ ബെഡ്റൂമിൽ ചെന്ന് കട്ടിലങ്ങോട്ട് പിടിച്ച് എൻ്റെ ഇഷ്ടത്തിന് ഇട്ടപ്പോഴത്തേനും പുള്ളിക്കാരൻ പറയും, കട്ടിൽ ഇങ്ങനല്ല ഇടേണ്ട, തിരിച്ചിടണം. കാരണം ഞാൻ താമസിച്ചപ്പോൾ കട്ടിൽ എങ്ങനെ ഇട്ടത് മനസ്സിലാകുന്നുണ്ടോ? സെറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ ഓക്കെ പറഞ്ഞു. കട്ടിലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെന്തോ പറയും? എൻ്റെ പൊന്നച്ച എഗ്രിമെൻ്റ് എഴുതിയതിന് ശേഷം ഈ വീടിനകത്ത് ഞാനാ താമസിക്കുന്നത്, വീട് നശിപ്പിക്കുന്നില്ല എന്നൊഴിച്ച് ബാക്കി ഈ വീടിൻ്റെ അകത്ത് എങ്ങനെ താമസിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ആണോ അല്ലയോ? ബെഡ്റൂമിൽ ചെല്ലുമ്പോഴത്തേന് ഈ മുതലാളി വന്നിട്ട് പറയാണ് കട്ടിൽ ഇങ്ങനെ ഇടണം. അപ്പുറത്തെ ബെഡ്റൂമിൽ ചെന്നപ്പോൾ പറയാണ് കട്ടിൽ ഇങ്ങനെ ഇടണം. അടുത്ത ഡൈനിങ് ടേബിൾ പിടിക്കാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പുള്ളി പറയും ഇങ്ങനല്ല, ഞാൻ താമസിച്ചപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇങ്ങനല്ലായിരുന്നു, ഈ ഡൈനിങ് ടേബിൾ തിരിച്ചിടണം. നമ്മൾ പുള്ളിയെ സന്തോഷത്തോടെ ഇറക്കി വിടും. എൻ്റെ പൊന്നച്ചാച്ചാന് സമയത്ത് വാടക കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി, എങ്ങനെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നമ്മളാണ് അങ്ങനെ പറയുമോ ഇല്ലയോ? നമ്മൾ പലപ്പോഴും കർത്താവിന് താമസിക്കാൻ വീട് കൊടുത്തേച്ച്, ഇതാണ് നമ്മുടെ പ്രശ്നം. കർത്താവിന് താമസിക്കാൻ നമ്മൾ വീട് കൊടുക്കും. പക്ഷെ കർത്താവിനോട് പറയും, ഞാൻ താമസിച്ചിരുന്നപ്പോൾ എങ്ങനായിരുന്നു ഇരുന്നത് അതുപോലെ തന്നെ കർത്താവ് എൻ്റെ അകത്ത് എന്തോ ചെയ്യണം, താമസിക്കണം. കർത്താവിന് ഇഷ്ടമുള്ള പോലെ അഴിച്ചുപണി നടത്താൻ എൻ്റെ വീടായ മന്ദിരത്തെ ഞാൻ പലപ്പോഴും അനുവദിക്കാറില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു മുറിക്കകത്തോടെ കർത്താവ് ചെന്നപ്പോൾ
ആവശ്യമില്ലാത്ത കുറെ കുറ്റവും കുന്നായ്മയൊക്കെ ഇരിപ്പുണ്ട്. കർത്താവ് പറയുന്നത് എല്ലാം കളയണം. ഞാനിവിടെ താമസിക്കുകയാണ്, കാരണം ഞാൻ പറയുകയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുകയാണ്, ഇയാൾ ഇവിടെ താമസിച്ചാൽ മതി. കർത്താവ് നമ്മുടെ അകത്ത് വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇഷ്ടത്തിന് കർത്താവ് നമ്മളിൽ വസിക്കണം എന്നുള്ളൊരു വാശി. എനിക്ക് ചിലരോടൊക്കെ മിണ്ടാൻ ബുദ്ധിമുട്ടാണ്, കർത്താവിനെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ അകത്ത് ഇരുന്നോണം. എനിക്ക് ചിലപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൈയടിക്കാൻ, കർത്താവ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇരുന്നോണം. ചിലപ്പോൾ 2 ചാട്ടം ചാടി ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്, കർത്താവ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നോണം. കർത്താവ് പറയും, ഒന്നേ നിന്റെ മന്ദിരം ഞാൻ പൊളിച്ചു പണിയും, ഒന്നേ നിന്റെ മന്ദിരം ഞാൻ പൊളിച്ച് പണിയും. ഞാനും നീയും കൂടെ ഒത്തിവിടെ പോകുന്ന ഒരു പരിപാടി കാണുന്നില്ല. ഒന്നെങ്കിൽ നീ എന്നിൽ, അല്ലെ ഞാൻ നിന്നിൽ. സ്വത്രം പറഞ്ഞാട്ടെ. ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുക. വചനം 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 നമ്മുടെ അകത്ത്. രാത്രിയിൽ ഉറക്കത്തിനിടെ ദുർസ്വപ്നം കണ്ട ചാടി എഴുന്നേറ്റ് 91 എടുത്ത് വായിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ചവിട്ടി ഉള്ള ബാലസിംഹത്തെ കീറി 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 ഇടപാട് തീർന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ വചനം നിന്റെ ആത്മാവിന് ശക്തിയായിട്ട് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ഇന്ന് ഞാൻ ആത്മാവിൽ ചിലരോട് വിളിച്ചു പറയാം, വചനത്തെ ചുമ്മാ കേൾവിയായിട്ട് വിടാതെ വചനത്തിനകത്തുള്ള ശക്തിയെ ഉപയോഗിക്കുന്ന അളവിൽ വചനത്തെ തീയാക്കാൻ നിനക്ക് പറ്റിയാൽ ദുഷ്ടന്റെ മീതെയുള്ള അസാധാരണ ജയം ദൈവവചനം നമ്മളിൽ വസിക്കേണ്ടുന്ന രണ്ടാമത്തെ ആവശ്യകത സിമ്പിളായിട്ട് പറഞ്ഞു വിടാം. റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്വത്രം പറഞ്ഞാട്ടെ. ലൈവ് ഉണ്ട്, എന്നാലും ബുദ്ധിമുട്ടാണ്, എന്നാലും അങ്ങ് പറയാം. സ്തോത്രം. റൈറ്റ് ഡിസിഷൻ, പേഴ്സണൽ ലൈഫിലുള്ള റൈറ്റ് ഡിസിഷൻ. എന്തു പഠിക്കണം, ഏതു വഴിയെ പോകണം, ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കാൻ പാടില്ല, ഏത് ഫാമിലി ലൈഫ് തിരഞ്ഞെടുക്കണം, എങ്ങനെ സെറ്റിൽഡ് ആകണം, വ്യക്തിപരമായി ആരുമായിട്ട് കൂട്ടുകൂടണം, എൻ്റെ വിവാഹ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയാൽ ആരെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് എന്നു തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ സഹായിക്കാൻ നിന്റെ അകത്ത് ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വചനമകത്തില്ലാതെ പോയാലുള്ള 2-3 പ്രശ്നങ്ങൾ സിമ്പിളായിട്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ദുഷ്ടന്റെ മീതെയുള്ള ജയം നമ്മിൽ സാധ്യമല്ല. ഇത് യോഹന്നാൻ പറയുന്നത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇത് പറഞ്ഞു പ്രാർത്ഥിക്കാം. ഒന്ന് വരണേ, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കാണ് നമ്മൾ ഓടി വരുന്നത്. വളരെ പ്രശസ്തമായ 1-2 വാക്കുകൾ ഒന്ന് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചാട്ടെ. 10-ാം അധ്യായം 17 മുതൽ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ആ വാക്യം നിങ്ങളൊന്ന് ഒന്നിച്ച് വായിക്കണം. താഴേക്കുള്ള വാക്യങ്ങൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ സന്തോഷിക്കുവിൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, വായിച്ചോ, ഭൂമിയിലും കർത്താവായുള്ളവേ, നീ ഇവ ശ്രദ്ധിക്കണം. 2 പ്രധാനപ്പെട്ട കാര്യം. യേശു കർത്താവ് ഈ ലാസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണണം. യേശു പറയാണ്, ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ആർക്കാണ് വെളിപ്പെടുത്തിയത്? ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് 35 വയസ്സുള്ള പത്രോസാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 35 വയസ്സാന്ന് പത്രോസിനെ അങ്ങ് പറയുകയാണ്. പത്രോസിന് 35 വയസ്സാന്ന് വാക്യം ചോദിച്ചുകൊണ്ട് ലൈവിൽ വന്നാൽ ഗ്ലോറി, സ്തോത്ര. ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ആശയം അങ്ങ് പറയുക. പ്രായമുണ്ട്, അത്രയും ഒരു 35 25 ഒക്കെ പ്രായമുള്ള ശിഷ്യന്മാര് മുമ്പിൽ വന്ന് നിൽക്കുക. ഇവരെ നോക്കി വെച്ചാണ് കർത്താവ് പറയുന്നത്, ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ആകാശത്ത് നിന്നും മിന്നൽ പോലെ ശത്രു വീഴുന്നത് ഞാൻ
കണ്ടു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ദുഷ്ടന്റെ മീതെയുള്ള ജയം ബാല്യത്തിലല്ല ശൈശവത്തിൽ വെളിപ്പെട്ടെന്നല്ല എന്റെ അർത്ഥം. ഓ ഹല്ലേലൂയ. കൂടെ വരണം. അപ്പം ബാല്യത്തിലെ ദുഷ്ടന്റെ മീതെയുള്ള ജയം ശിശുക്കൾക്ക് വെളിപ്പെട്ടെന്നല്ല എന്റെ അർത്ഥം. ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടെന്നല്ല എന്റെ അർത്ഥം. അങ്ങനാണെങ്കിൽ ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിക്കണമെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? ഓ ഹല്ലേലൂയ. കൺഫ്യൂഷൻ ആകരുത്, എൻ്റെ കൂടെ വരണം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ തുടങ്ങിയത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് ഒരു ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. എൻ്റെ കൂടെ ഒന്ന് വരണം. ആദ്യഘട്ടം ശിഷ്യന്മാരുടെ മീതെ ജയമുണ്ടായതിൻ്റെ റീസൺ എന്താണ് പറയാം. ലൂക്കോസ് 9 70 പേരെ തിരഞ്ഞെടുത്തു. ലൂക്കോസ് 10 12 പേരെ തിരഞ്ഞെടുത്തു. 70 പേരെ തിരഞ്ഞെടുത്തിട്ട് 70 പേരോട് പറഞ്ഞു, 12 പേരെ തിരഞ്ഞെടുത്തിട്ട് യേശു പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഏത് രോഗിയുടെ മീതെ കൈവച്ചാലും അത് സൗഖ്യമായിരിക്കും, പൊക്കോളാൻ പറഞ്ഞു. 12 പേര് പോയി അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും ഒക്കെ ചെയ്ത് തിരിച്ചു വന്നു. അടുത്തു വന്നപ്പം എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം. കർത്താവ് അവരെ ചേർത്ത് നിർത്തിക്കാട്, സ്നേഹചുംബനം കൊടുത്തു കാണും. പക്ഷേ 12 പേരോട് പറയാത്തതാണ് യേശു 70 പറഞ്ഞത്. 12 പേര് അത്ഭുതം കഴിഞ്ഞ് തിരിച്ചു വന്നു. അടുത്ത ഗ്രൂപ്പിനെ കർത്താവ് 70 തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് കർത്താവിന് അടുത്ത ഒരു 70 വേണ്ടി വന്നു? ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 9-ാം അധ്യായത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയ 12 അപ്പോസ്തലന്മാർ താഴേക്ക് വരുമ്പോൾ, യേശു കർത്താവ് 9-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴേക്ക് വരുമ്പോൾ അവൻ ശിഷ്യന്മാരോട് പറയുന്നു, അവൻ നിങ്ങൾക്ക് ഈ ജനത്തിന് ഭക്ഷിപ്പാൻ എന്തോ ചെയ്യണം? ഭക്ഷിപ്പാൻ കൊടുക്കണം. 5 അപ്പവും 2 മീൻ്റെയും ചരിത്രം നിങ്ങൾക്ക് കാണാനറിയാം. ശിഷ്യന്മാരോട് കർത്താവ് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കിത് കേൾക്കുമ്പോൾ പലപ്പോഴും കർത്താവിനോട് തന്നെ ഒരു രസം തോന്നാനുള്ളൊരു കാര്യം. യേശു കർത്താവ് ഇവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. എന്തൊക്കെ പറഞ്ഞാലും ശിഷ്യന്മാർ എന്നാ ചെയ്യുമെന്നുള്ളത് കർത്താവിന് നല്ലപോലെ അറിയത്തില്ലയോ? കർത്താവ് പറയാണ്, നിങ്ങൾ പോയി ഇത് ചെയ്യാൻ. ഓടിച്ചെന്ന് ഇവന്മാര് പെട്ടെന്നൊരു കണക്ക് ബുക്കൊക്കെ എടുത്തോണ്ട് വന്നിട്ട് പറയാം, 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ചാലും തികയുകയല്ല. കുറച്ച് താഴോട്ട് വന്നപ്പോഴത്തേനും അന്ത്രയോസ് വന്നിട്ട് പറയുന്നു, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ എന്തോ ഉണ്ട്? 5 അപ്പവും 2 മീനുമുണ്ട്. ഓ ജീസസ്, 5 അപ്പവും 2 മീനുമുണ്ട്. അന്ത്രയോസിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പറയാം അന്ത്രയോസ് അത്ര ചെയ്തുള്ളെന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 5 അപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിലുണ്ടെന്ന് അന്ത്രയോസ് കണ്ടുപിടിച്ചത് 5000 പേരുടെ ഇടയെന്നാ. നിങ്ങൾക്ക് എന്നോട് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഇരിക്കുന്ന ഒരു 75-100 പേര് താഴെയുള്ള ഈ ക്രൗഡിന്റെ ഇടയിൽ എന്നാ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾ മിണ്ടുന്നുണ്ടോ? 5000 പേരുടെ ഇടയിൽ പുരുഷന്മാര് 3 ദിവസമായിട്ട് വിശന്ന് കലങ്ങിയിരിക്കുമാര്. ഒറ്റ മനുഷ്യന് ഒരു ഭാഗം കൊടുക്കാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയുള്ളവന്റെ ഇടയിൽ കണ്ടുപിടിച്ചു. കർത്താവ് വന്നിട്ട് പറയാണ്, മോനെ കണ്ടുപിടിച്ചോ, കൊണ്ടുപോവാ. ഏത് ബാലകന്റെ കയ്യിൽ എത്ര അപ്പം വെച്ചുണ്ടെന്നുള്ളത് തമ്പുരാൻ അറിയത്തില്ലയോ? ഞാനെങ്ങാനുമാണ് കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ അന്ത്രയോസ് ഇങ്ങനെ പോകുമ്പോൾ ചൂട് 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 അവൻ്റെ അടുത്തുണ്ട്. ഒരു സൂചനയാലും കർത്താവ് കൊടുത്തു. കർത്താവ് മിണ്ടിയിട്ടില്ല. ഇവൻ പോയി കുത്തിയിരുന്ന് തപ്പിപ്പിടിക്കുകയാണ് ഒരു ബാലകന്റെ കയ്യിൽ. 3 ദിവസം വചനം കേട്ട് മാനസാന്തരം വന്ന ഒരു പുരുഷൻ അത് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഒരു ബാലകന് ചെയ്യാൻ പറ്റി. ഫുഡ് ആദ്യം തീരേണ്ടത് ബാലകന്റെ കയ്യിലാണ്. ഫുഡ് സ്റ്റോക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഒരമ്മയുടെ കയ്യിലാണ്. പക്ഷേ കിട്ടിയത് ബാലകന്റെ കയ്യിലാണ്. ഗ്ലോറി. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ശേഖരിക്കാൻ സാധ്യത ഉള്ളവന്റെ കയ്യിൽ ഇല്ലായിരുന്നു. സാധ്യത ഇല്ലാത്തവന്റെ ഇത് കിട്ടി, പൊക്കിയെടുത്ത് കർത്താവിനെ കൊടുത്തു. ഉടനെ കർത്താവിന്റെ അടുത്ത ഡയലോഗ്, ഇവന്മാരെ പന്തിയായിട്ട് ഇരുത്താൻ. എന്തൊരവസ്ഥയാണ്! 5000 പേരെ പന്തിയായിട്ട് 4 കസേര അങ്ങോട്ട് വലിച്ചിടാൻ നമ്മൾ 50 തവണ നോക്കും. അത് നോക്കി ഇങ്ങോട്ടിരി 5000 പേരെ പിടിച്ചിരുത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടി കാണും. 12 ശിഷ്യന്മാരും കർത്താവും കൂടെ ചേർന്ന്. എന്നാത്തിനാ കർത്താവെ 5000 പേര് പന്തിയായിട്ട് ഇരുന്നാലേ അപ്പം നുറുക്കാൻ പറ്റത്തുള്ളൂ, വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ, മീൻ വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ? കർത്താവിന്റെ മറുപടി, മക്കളെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിത് ചെയ്യാനറിയാം. പിന്നെ ശിഷ്യന്മാരെ കൊണ്ട് ഞാനിത് ചെയ്യിക്കുന്ന എന്നാന്നറിയാമോ? ഒറ്റ ആൻസർ, ഇവർ അനുസരണമുള്ളവരായി മാറണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആന്തോത്തിന് അനുസരണമുള്ളവരായി മാറണേ. ഇവന്മാരെ കൊണ്ട് അനുസരിപ്പിക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? ഒറ്റ വാക്ക് ഞാൻ പറയാം. ഈ അനുസരിക്കുന്ന വാക്ക് ഇവർക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ വായിൽ നിന്നാണ്.
ഇതിനെ തിമത്തിയോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവശ്വാസീയമായ വചനം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വചനഭാഗത്തുണ്ടാകണമെന്ന് പറയുന്നതിന്റെ കാര്യത്തിലോട്ടാണ് ഞാൻ വരുന്നത്. ദൈവശ്വാസീയമായ വചനം. ദൈവശ്വാസീയമായ വചനമാണ് നമ്മെ ദൈവ മനുഷ്യനാക്കി മാറ്റുന്നത്. ഓ സ്തോത്രം. 1:3-16 2 തിമത്തിയോസ് 3:16 ചുമ്മാ വായിക്കുന്ന ഡിസ്പ്ലേ ചെയ്തിട്ടേക്കാം, ഇവർക്കത് മനസ്സിലാകുമെങ്കിൽ. അമൻ സ്തോത്രം. ഒന്ന് കാണട്ടെ. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാകിയാൽ, എന്നെ കേൾക്കുന്നോ? ഈ സ്ക്രീനിലോട്ട് നോക്കിയോ? എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായാൽ ദൈവശ്വാസീയമായ വചനം നമ്മെ തികഞ്ഞവനാക്കുന്നു. ഈ ദൈവശ്വാസീയമായ വചനം നമ്മെ തികഞ്ഞവനാക്കുന്നു. ഈ തികഞ്ഞവനുള്ള പൊസിഷന്റെ പേരാണ് ദൈവത്തിന്റെ മനുഷ്യൻ. കർത്താവേ ഇതുവർക്ക് തുറന്നു കൊടുക്കണേ. സ്തോത്രം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായ തിരുവെഴുത്ത് നമ്മെ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാക്കുന്നു. ഈ സകല സൽപ്രവർത്തിക്കും നമ്മെ തികഞ്ഞവനാക്കുന്നു. ഈ തികഞ്ഞവൻ എന്നുള്ള പൊസിഷന്റെ പേരാണ് ദൈവത്തിന്റെ മനുഷ്യൻ. കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ട് നിങ്ങളിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണം? ആൻസർ, നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യരാകാൻ. ഓ ഹോളി സ്പിരിറ്റ്, എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഇച്ചിരി കട്ടിയുള്ളതാണെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ കൂടെ വരണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ. എല്ലാവരും പറഞ്ഞ ദൈവത്തിന്റെ മനുഷ്യൻ. ശബ്ദം ഉയർത്തി പറ, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് ദൈവം പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ. അയാളുടെ പേര് ആദം ദൈവത്തിന്റെ മകൻ. അങ്ങനെയല്ലയോ ബൈബിൾ വായിക്കുന്നത്? ആദം ആരുടെ മകൻ? ദൈവത്തിന്റെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ. ആ വാക്ക് ഭയങ്കരമാണ്. ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് ബൈബിൾ വിളിച്ച ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ആദമാണ്. ഈ ആദം എപ്പോൾ സാധാരണ മനുഷ്യനായി? ആൻസർ, ദൈവ ശ്വാസീയമായ വചനത്തെ അനുസരിക്കാതെ വന്നപ്പോൾ. ദൈവശ്വാസീയമായ വചനത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവ മനുഷ്യൻ സാധാരണ മനുഷ്യനായി മാറി. അതുകൊണ്ട് ദൈവത്തിന് നിർബന്ധമുണ്ട് ഇതേ ദൈവശ്വാസീയമായ വചനത്തെ അനുസരിപ്പിച്ച് തന്നെ സാധാരണ മനുഷ്യനെ ദൈവ മനുഷ്യനാക്കി മാറ്റണം. നിങ്ങൾക്ക് കിട്ടിയോ എന്ന് പറഞ്ഞാൽ, മക്കളെ, ഇവർക്ക് നീ തിന്നാൻ കൊടുക്ക്, അപ്പം ആരുടെയും കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ ദൈവശ്വാസീയമായ വചനത്തെ അനുസരിക്കുന്ന കൊച്ചനുസരണങ്ങളിലൂടെ തമ്പുരാൻ തിരിച്ചു പിടിക്കുന്നത് ദൈവ മനുഷ്യനെയാണ്. ഓ മൈ ഗോഡ്, നിങ്ങളുടെ അകത്തത് കേറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ശിശുക്കളെ, ബാല്യക്കാരെ, നിങ്ങളുടെ അകത്ത് വചനം ഇടുന്നതിലൂടെ ദൈവം തിരിച്ചു പിടിക്കുന്നത് ദൈവ മനുഷ്യന്മാരെ. കൊച്ചുകൊച്ചനുസരണങ്ങൾ വിശദീകരിക്കുന്നില്ല. കൊച്ചുകൊച്ചനുസരണങ്ങൾ. വായി തുറന്ന് രാമയം പറഞ്ഞാട്ടെ. കൊച്ചുകൊച്ചനുസരണങ്ങൾ. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു ദിവസം പകൽ തൊട്ട് രാത്രി വരെ ഭയങ്കര മീറ്റിംഗ്. അത്ഭുത അടയാളം വരുന്നോ പോകുന്ന എല്ലാം സൗഖ്യമാകുക. ഭയങ്കര മീറ്റിംഗ് കഴിഞ്ഞ് കർത്താവ് അങ്ങ് ക്ഷീണിച്ചു, തളർന്നു. ശിഷ്യന്മാരെല്ലാം കൂടെ ഒന്ന് കിടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ എങ്ങോട്ട് പോകണം? അക്കരയ്ക്ക് പോകണം. അടുത്ത വാക്ക് പോണോന്ന് പറഞ്ഞെന്നല്ല, അവരെ നിർബന്ധിച്ചു. എനിക്ക് ഉറപ്പാണ് അവരെ എന്നുള്ള വാക്ക് പോലും ഒരു ബൈബിൾ ലാംഗ്വേജ് എഴുതിയെന്നേ വരത്തുള്ളൂ. ഒറ്റ ഒരുത്തനെ ആയിരിക്കും നിർബന്ധിച്ചത്, പത്രോസിനെ ആയിരിക്കും. ബാക്കി എല്ലാം അനുസരിച്ച് കാണാം. പ്ലീസ്, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഒറ്റ ഒരുത്തനെ, ഇവനാ വിഷയം. പത്രോസെ, നീ അനുസരിക്കണം, നീയാണ് ഏറ്റവും വലിയ കാര്യം, പോടാ. തള്ളി ഉന്തി കർത്താവ് വിട്ടു. പത്രോസിന് പോകാൻ ഒരു മടിയില്ല. ഒന്നാമത് ഇവൻ ഉറക്കത്തിന്റെ ആശാനാണ്. സ്വത്രമില്ലല്ലോ. ദൂതക്കാരോ സ്വയം ഏറ്റെടുക്കുന്നു. ആമേൻ. പത്രോസിനെ തള്ളി വിട്ടു. പോടാ, പോ പത്രോസെ പോ. ഇവനെ നിർബന്ധിച്ചു. എന്റെ ചിന്ത ശരിയാണ്, പടകി തള്ളി കയറ്റി കാണും അല്ലേ കർത്താവ്?
നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. കർത്താവ് ആ പടകിനെ തള്ളി ഉന്തി, പോ നീയൊക്കെ പോ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഇവര് പോവുകയാണ്. എന്തോത്തിനാ? പത്രോസേ, ഇന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്ന ഈ നിർബന്ധത്തിൽ, ഈ കൊച്ചനുസരണം എൻ്റെ വായിലെ ദൈവശ്വാസീയമായ വചനത്തോടുള്ള നിന്റെ കൊച്ചനുസരണം അടുത്ത മണിക്കൂറുകൾ കഴിയുമ്പോൾ, 4-ാം യാമം കഴിയുമ്പോൾ, ഞാൻ നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്കൊപ്പം നിന്നെ എത്തിക്കും. ഓ മൈ ഗാഡ്! അടുത്ത 4-ാം യാമത്തിൽ കടലിളകും, കാറ്റടിക്കും, തിരമാല വരും, പടക് മുങ്ങും. അന്ന് ഞാൻ വെള്ളത്തിന് മോളിൽ നടക്കുന്ന പോലെ അനുസരിച്ച നീയുമെന്നെ. ഇന്ന് മകൾ ദൈവത്തിന് ദൈവ മനുഷ്യരെ തിരിച്ചു പിടിക്കണം. ശബ്ദമുയർത്തി രാമേ പറഞ്ഞാട്ടെ. കൊച്ചു കൊച്ചനുസരണങ്ങൾ ലൈഫിനെ തിരിക്കും. കൊച്ചു കൊച്ചനുസരണങ്ങൾ. അബ്രഹാമിന്റെ കാര്യം ഞാൻ എന്തോ ഇതങ്ങ് തുറക്കുന്നു. എനിക്കങ്ങ് വചനം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Glory to God. ആശീർവാദം പറയാൻ സമയമായി. ഇപ്പം എന്തു ചെയ്യും? സ്തോത്രം. പെട്ടെന്ന് പോകാം. അബ്രഹാമിനെ ദൈവം കൊണ്ടുപോകുന്ന ഒരു വാക്കുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയണം, അബ്രഹാമേ, നീ നിന്റെ മകനെ എനിക്ക് വേണ്ടി യാഗം ആക്കണം. അബ്രഹാം ഇസഹാക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് പോവാണ് യാഗമാക്കാൻ വേണ്ടി. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടോണേ. കൊണ്ടുപോവുക. നേരെ കൊണ്ടുപോയി ബാലകനെ കൊണ്ടുപോകുമ്പോൾ സ്തോത്രം, ഈ മോറിയ ദേശത്തൊരു മല, മോറിയ മല നമ്മളങ്ങ് പേരിടുകയാണ്. മോറിയ ദേശത്തൊരു മലയാണ്. ആ മലയുടെ താഴെ വരുമ്പത്തേനും ശിഷ്യന്മാരോട് അല്ലെങ്കിൽ കൂടെയുള്ളവരോട് പറയുന്നൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും പോയി യാഗം കഴിച്ചിട്ട് തിരിച്ചു വരാം എന്ന് വെച്ചാൽ അബ്രഹാമിന് നല്ല ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. സ്തോത്രം. അച്ഛൻ അവിടെ ഇരുന്നാട്ടച്ച സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. അബ്രഹാമിന് നല്ല ഗ്യാരണ്ടി ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. എന്താ ഉറപ്പ്? ഞാനും എൻ്റെ മകനും തിരിച്ചു വരുമെന്ന് അല്ലേ? പോകുന്ന പോക്കി മകൻ ചോദിക്കുകയാണ്, എല്ലാം ഉണ്ട്, യാഗ മൃഗം എന്തിയെ? അബ്രഹാം പറയുന്നു, യഹോവ ജൈറേ, അവൻ കരുതിക്കൊള്ളും എന്ന് വെച്ച അബ്രഹാമിന് 100% ഉറപ്പാണ്. അബ്രഹാം പോയ പോലെ എന്തോ ചെയ്യും? തിരിച്ചു വരും. യാഗവിടത്തി കിടത്തി, കൊച്ചനെ കിടത്തി, കൈ കെട്ടി, കത്തിയെടുത്ത് ഇവന് നേരെ വീശാൻ തുടങ്ങുമ്പോൾ ഒരു ദൈവ ശബ്ദം കേൾക്കുകയാണ്, ബാലന്റെ മീതെ. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടോണേ. എന്ത് ഗ്യാരണ്ടിയാണ് അബ്രഹാമിനുള്ളത്? ആൻസർ പറയാം. എന്ത് ഗ്യാരണ്ടിയാ അബ്രഹാമിന്? ഗ്യാരണ്ടി, എന്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഒരു എക്സാമ്പിൾ പറയാം. പേഴ്സണലി ഇപ്പം എനിക്കിപ്പോൾ ഒരാളോട് ഭയങ്കര സ്നേഹം, ബിനീഷ് ഉദാഹരണം എടുക്കുകയാണ്. ഓക്കെ, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര സ്നേഹം. ഞങ്ങൾ വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എനിക്ക് ഭയങ്കര സ്നേഹം. ഞങ്ങൾ തമ്മിൽ പറയാത്തൊരു രഹസ്യമില്ല, ഭയങ്കര ആത്മാർത്ഥ ബന്ധമാണ്. ഈ ആത്മബന്ധത്തിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഉദാഹരണം മാത്രം, ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിലപിടിപ്പുള്ള വാച്ചോ എന്തെങ്കിലും ഷൂവും സംതിങ്, എനിക്കൊന്ന് ഷൂ ആണെന്ന് തോന്നുന്നു ഇഷ്ടം. കുറച്ചുകൂടെ ഒരു ഷൂ ഞാൻ മേടിച്ചു തരികയാണ്, നല്ലൊരു വിലപിടിപ്പുള്ള ഷൂ. ഞാൻ അദ്ദേഹത്തിന് മേടിച്ചു കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് ഈ ഷൂ മേടിച്ചു കൊടുത്തു. നല്ല വിലയുള്ളതാ. ഒരു 25 അല്ലെങ്കിൽ ഒരു 30K ഒക്കെ ഉള്ള നല്ല റേഞ്ചുള്ള നല്ലൊരു സാധനം മേടിച്ചു കൊടുത്തു. അത് ഞാൻ മേടിച്ചു കൊടുത്ത് ഈ മനുഷ്യൻ ഇതിട്ടോ. അന്ന് തൊട്ട് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു. ഒരു LV ആണ് മേടിച്ചു തന്നെ, ലൂയി വിട്ടോണ്ടാണ് മേടിച്ചു തന്നിരിക്കട്ടെ, അത്രയും നല്ലതാണ്, മേടിച്ചു തന്നേക്ക്. ഇത് കണ്ട അന്ന് തൊട്ട് ഇയാൾക്കെന്നോട് സ്നേഹമില്ല. എല്ലാ ദിവസവും ഡെയിലി എന്തുകൊണ്ട് മോനെ ചോദിക്കുന്ന പുള്ളി പിന്നെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. നോ വാട്സപ്പ്, നോ ഇൻസ്റ്റഗ്രാം, നോ മെസ്സേജ്, ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല. ഒരു ദിവസം എനിക്കങ്ങ് വിഷമം സഹിക്കാൻ വയ്യാതെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മേടിച്ച ഷൂ തിരിച്ചു ഞാൻ ഇത് തന്നോ അന്നോട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, തിരിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആരാന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും എനിക്ക് ആ സാധനം അദ്ദേഹം എന്തോ ചെയ്യും? തിരിച്ചു തരും. ഞാൻ അപ്പം പുള്ളി ചോദിക്കും, എന്തോത്തിനെ തിരിച്ചു ചോദിക്കുന്ന എന്തോത്തിനാ? ഇത് ശരിയായ ഏർപ്പാടല്ല. ഞാൻ പറയും, ഇത് ഞാൻ കൊണ്ട് കത്തിക്കാൻ പോവാണ്. 10-35,000 രൂപ ഞാൻ വില കൊടുത്ത് മേടിച്ച ഷൂ ഞാൻ പറയാം കൊണ്ട് കത്തിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് 100% അറിയാം ഇത് കത്തിക്കാൻ വേണ്ടി തിരിച്ചു മേടിക്കുന്നല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇതെനിക്ക് തിരിച്ചു തരും, പക്ഷെ ഞാൻ സ്നേഹിച്ചാൽ മതി. ഈ ഗ്യാരണ്ടി അല്ലേ അബ്രഹാമിന് ഇസഹാക്കിനെ കൊണ്ടുപോയപ്പോൾ ഉള്ളത്?
തിരിച്ചു ചോദിക്കുന്നത്, കൊച്ചനെ തന്നപ്പോൾ നിനക്കിപ്പോൾ എന്നോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. തിരിച്ചു ചോദിക്കുക, താടാ കൊച്ചനെ തിരിച്ചതാ, നീ ആ കൊച്ചനെത്താ. പക്ഷേ 100% അബ്രഹാമിനറിയാം, ഇവനെ കത്തിച്ച് കളയാനല്ല ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നു. ഈ ബന്ധത്തിന്റെ കീഴിലാണ് അബ്രഹാം പറയുന്നത്, യഹോവ കരുതും, യഹോവ കരുതും, യഹോവ കരുതും. ഞാൻ ഈ വേർഡ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം, യഹോവ കരുതും. നേരെ അകത്തോട്ട് കയറി യാഗം കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ദൈവം ഇടപെട്ടു, അബ്രഹാമേ ബാലന്റെ മീതെ കൈവയ്ക്കരുത്. അടുത്ത വാക്കം, നീ നിന്റെ മകനെ തരാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്, നീയുമായിട്ട് നിത്യനിയമം ചെയ്യുകയാണ്. ആ സ്റ്റോറി വായിച്ചു തീരുമ്പോൾ സക്സസ്ഫുള്ളായ അബ്രഹാം സന്തോഷവാനായി ഇറങ്ങി വരുന്നു. പക്ഷെ അവിടെ നടന്നൊരു സംഭവം ഞാൻ പറയാം. സംഭവം സക്സസ്ഫുള്ളായി, സംഭവം ഫിനിഷായി. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മോറിയ മലയിൽ ആദ്യമായിട്ട് നടന്ന ആ യാഗം പകുതിക്ക് വെച്ച് നിന്നുപോയി. യാഗം നിന്നുപോയി. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടിക്കകത്ത് വേറൊരാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് യാഗം നടത്തി. പക്ഷെ ശരിക്കും നടക്കേണ്ടുന്നത് ഇസഹാക്കിന്റെ യാഗമായിരുന്നു. ആ യാഗം നിന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം കാൽവറി ക്രൂശിൽ ഈ യാഗത്തെ ഫിനിഷ് ചെയ്തിട്ട് അവസാന സെക്കൻഡ് യേശു പറയുന്നു, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവചനം നിവർത്തിയായെന്നല്ല, അബ്രഹാമേ മുടങ്ങിപ്പോയ യാഗം നിവർത്തിയായി. നീ നിന്റെ മകനെ തരാൻ മടിക്കായകൊണ്ട് ഞാൻ എന്റെ മകനെ നിനക്ക് തന്ന് യാഗത്തെ നിവർത്തീകരിച്ചു. പരിശുദ്ധാത്മാവനോട് വളരെ കൃത്യമായി പറയുന്നു, എവിടൊക്കെയോ അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ, എവിടൊക്കെ അകത്ത് ദൈവവചനമുണ്ടെങ്കിൽ ഉലകത്തിൽ വേറാർക്കും ചെയ്യാത്ത പോലെ നിനക്ക് വേണ്ടി ചിലതും നിവർത്തിയാക്കാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി അവസാനത്തുള്ളി രക്തവും അവസാനത്തുള്ളി വെള്ളവും ശരീരത്തിൽ നിന്ന് മുതിർന്നു പോയപ്പോൾ ക്രൂശിക്കടന്ന് ഞരങ്ങി 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 സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞത് പിതാവിനോടല്ല, പറഞ്ഞത് അബ്രഹാമിയ തലമുറയോടാണ്. അന്ന് മുടങ്ങിപ്പോയത് ഇന്ന് പൂർത്തിയായി. വായി തുറന്നു രാമയം പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി രാമയം പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കണേ, ബാല്യക്കാരായി നിൽക്കുന്നവരല്ല, ശൈശവപ്രായത്തിൽ നിൽക്കുന്നവർ, ശിശുക്കൾ, ഇവരാണ് ഭൂതങ്ങളെ കീഴടക്കിയത്, രോഗിയെ സൗഖ്യമാക്കിയത്. എന്നെ കേൾക്കണം, ഒരു 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൂക്കോസ് 9-ാം അധ്യായത്തിനകത്ത് ശിഷ്യന്മാർ അത്ഭുതം അടയാളമൊക്കെ ചെയ്ത് കർത്താവിൻ്റെ അടുത്ത് വന്നു. പക്ഷെ 3 പ്രധാനപ്പെട്ട ഫൈറ്റുകൾ ഇവർക്കുണ്ടായി. വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ആ വാക്യം ഒന്ന് എനിക്ക് കിട്ടിയാൽ സന്തോഷം. 9-ാം അധ്യായത്തിൽ ഇവരുടെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ മേജർ ഷിഫ്റ്റിനെ തടഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടായി. ഒന്നാമത്തെ പ്രശ്നം 46-ാമത്തെ വാക്യം, 9-ാം അധ്യായം 46. വിശദീകരിക്കുന്നില്ല. അവരിൽ വെച്ച് ആര് വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ടിട്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. എൻ്റെ കൂടെ നിങ്ങൾ വന്നേ. ആർക്കാ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നേ? ശിശുക്കൾക്ക്. ആരെ കാണിച്ചിട്ട്? ശിശുവിനെ കാണിച്ചിട്ട്. അതുകൊണ്ടാണ് പുത്രന്മാരായ നമുക്ക് പുത്രനെ തന്നത്. ആർക്കാണോ മനസ്സിലാകുന്നത്? സ്തോത്രം. ശിശുവിനെ കാണിച്ചു. ഒന്നാമത്തെ പ്രശ്നം, ആരാണ് വലിയവൻ? ഇപ്പം ദൈവാത്മാവ് ഇവരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ശക്തമാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ റൈറ്റ് വേർഡ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരിൽ ആരാണ് വലിയവൻ എന്നൊരു ചിന്ത. ഞാൻ ഈ ചിന്ത ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ബൈബിളിൽ തെളിവല്ല, എൻ്റെ ഒരു ഭാവന പറയാം. 12 ശിഷ്യന്മാർ വന്നു കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ചത്തെ മിനിസ്ട്രി? യോഹന്നാനാണല്ലോ ഏറ്റവും പ്രായം. യോഹന്നാൻ വന്നു. ഞാൻ ആ പട്ടണത്തിൽ ചെന്നപ്പോൾ ഭൂതം വ്യാപരിച്ചെടുത്ത് ഞാൻ ചെന്ന് തലയിലോട്ട് കൈവച്ചു. ഇവൻ്റെ അകത്തുനിന്ന് ഭൂതം എല്ലാം കൂടെ അലറി താഴെ പോയി. അതൊരു കാണേണ്ട കാഴ്ചയായിരുന്നു. ആ ഭൂതം പോയ ഉടനെ അവൻ പിടിവിക്കപ്പെട്ടു. ഭയങ്കര അത്ഭുതം. കർത്താവിനങ്ങ് സന്തോഷമായി. ചേർത്ത് നിർത്തി. മക്കളെ കൊള്ളാം, നിന്നെ ദൈവം ഉപയോഗിച്ചല്ലോ. ചേർത്ത് നിർത്തി. ഉടനെ തൊട്ടടുത്ത് പത്രോസ് വരികയാണ്. പത്രോസ് പറഞ്ഞു, ഞാനും ആ പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഭൂതം വ്യാപരിച്ചവനുണ്ട്.
അവൻ്റെ തലമീത് ഞാനും കൈവച്ചു. അപ്പം യോഹന്നാൻ്റെ സെയിം ഗ്രേഡിലായി ആര്? പത്രോസ്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞു, ആ ഭൂതം വ്യാപരിച്ച പുള്ളി സൗഖ്യമായപ്പം അവൻ്റെ കാണാത്ത കണ്ണും കൂടെ കണ്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധനം മൂളി കയറി. അടുത്ത അന്ത്രയോസ്, പത്രോസിനേക്കാളും കാഞ്ഞ പുള്ളിയാണ് അന്ത്രയോസ്. അന്ത്രയോസ് വന്നിട്ട് പറഞ്ഞു, ഞാനും പോയപ്പോൾ ഭൂതം പുറത്തു പോയി. അവൻ്റെ കണ്ണ് മാത്രമല്ല, അവൻ മുടന്തനും കൂടായിരുന്നു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവരിത് എന്തുവാ ഈ തള്ളിയെന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം, സ്റ്റോറി ഇറക്കുന്നല്ല, നടന്ന സംഭവമാണ്. പക്ഷേ ഇവർക്കറിയണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മേജർ അനോയിന്റിങ്ങിൽ നിൽക്കുന്നത്. സ്തോത്രം. പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഞങ്ങളിൽ ആരാണ് വലിയവൻ? ദൈവവചനം നിന്റെ അകത്തില്ലെങ്കിൽ നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്, ആരാണ് വലിയവൻ? എന്നെ ഗൗനിക്കുന്നില്ല, എന്നെ മാനിക്കുന്നില്ല, എനിക്ക് വേദിയില്ല, എനിക്ക് അവസരമില്ല, അവസരം അതുമാത്രം, ഇവർക്ക് മാത്രം വേദി, ഇവർക്ക് അവസരം, അവർക്ക് മാത്രം. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ? ഇന്ന് പകൽ വചനമകത്ത് കയറിയാൽ ഇത് തന്നെ പൂട്ടും. വിശദീകരിക്കുന്നില്ല, താഴേക്ക് വരാം. 1-2 കാര്യങ്ങൾ കൂടെ പറയണം. സ്തോത്രം. 1, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യം. താഴേക്ക് വരിക. 49-ാമത്തെ വാക്യം. നാഭ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അടുത്ത വാക്ക്, നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ദേടാ ഒരുത്തൻ നിന്റെ നാമത്തിൽ എന്തോ ചെയ്യുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു, നീ ഭൂതത്തെ പുറത്താക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നീ വന്ന് ഞങ്ങളുടെ കൂടെ ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണം. അവനത് കേട്ടില്ല. അവൻ്റെ ഒരു ധാഷ്ട്യം. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കർത്താവിൻ്റെ പുറകെ വരാൻ മനസ്സില്ലാത്തവനാണ് നീ, ഇനി മിനിസ്ട്രി എന്തോ ചെയ്യണ്ട. എന്തോ ഡീസൻ്റായിട്ട് യോഹന്നാൻ ഈ സാധനം പറഞ്ഞത് കണ്ടോ? ഈ സ്റ്റോറി കേട്ട് ഞാൻ വന്നവൻ്റെ അഹങ്കാരമാണെന്നല്ലേ തോന്നത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കർത്താവ് കണ്ടുപിടിച്ചു. കർത്താവ് കണ്ടുപിടിച്ചതിന് കാര്യമുണ്ട്. തൊട്ട് പുറകിലത്തെ ഒരു 2 ദിവസം മുമ്പ് യേശു പ്രാർത്ഥിക്കാൻ പർവ്വതത്തിന് മുകളിൽ പോയി. 12 പുള്ളികൾ താഴെ ഇരിക്കുക. യേശു പ്രാർത്ഥിക്കാൻ മുകളിൽ പോയപ്പോഴാണ് ഒരു കൊച്ചനെയും കൊണ്ട് ഭൂതം വ്യാപരിച്ച ഒരു അപ്പം വന്നത്. ഈ പുള്ളി വന്ന് യേശുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ മൂമാര് കയറിയിട്ട് പറഞ്ഞു, സോറി, കർത്താവിൻ്റെ ടൈറ്റാണ്, ഒരു പരിപാടി നടക്കത്തില്ല, കർത്താവ് പ്രാർത്ഥനയല്ല, ഇപ്പം ഫുൾ പരിപാടി ഇപ്പോൾ ആരാ ചെയ്യുന്നത്? ഞങ്ങളാ ചെയ്യുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ശിഷ്യന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ ഭൂതം എന്തോ ചെയ്തില്ല, വിട്ടുപോയില്ല. അവസാനം ഒരു വിധത്തിന് പറഞ്ഞ് വിട്ടെന്ന. അതെങ്ങനെയായിരിക്കും പറഞ്ഞു വിട്ടെ? കുടുംബമായിട്ടൊരു സമർപ്പണം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്തൊരു വിടുതൽ. നിങ്ങൾ മിണ്ടുന്നില്ല എൻ്റെ കർത്താവേ. അല്ലെ, ഘട്ടമായിട്ടുള്ള വിടുതൽ ഞാൻ കാണുന്നു. വരുന്ന 7-ാം തീയതിക്കകത്തൊരു കെട്ട് പൊട്ടും, 12-ന് ബാക്കി പൊട്ടും, 24-ന് മൊത്തം പൊട്ടിപ്പോവും. എൻ്റെ കർത്താവ് മിണ്ടുന്നില്ലല്ലോ. ഇല്ല, വീടിനകത്തൊരു ഉപവാസ പ്രാർത്ഥന. ഇതൊക്കെ കള്ളത്തരമല്ല കേട്ടോ, എൻ്റെ മുന്നോ സത്യമാണ്. ഇവന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. ഉപദേശിമാരിങ്ങനെയൊക്കെ പറയുകയാണ്, കള്ളമാണെന്ന് ചിന്തിക്കരുത്. നീ വീട്ടിൽ പ്രാർത്ഥന വെച്ചോണം. നിന്റെ ഭൂതം അഴിയണമെങ്കിൽ പ്രാർത്ഥന വീട്ടിൽ തന്നെ വെക്കണം. സ്തോത്രം. ഓക്കെ, പറഞ്ഞു വിട്ട് കാണും. ഈ അപ്പനും മോനും ഒരു പരുവത്തിന് പോയി. കർത്താവ് മലയെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന ഉടനെ ലവൻ ഓടി വരികയാണ് മോനെയും കൊണ്ട്. വന്നിട്ട് ആദ്യത്തെ ഡയലോഗ്, ഇന്നലെ വന്നപ്പോൾ നിന്റെ ശിഷ്യന്മാർ മൊത്തം തലയൊക്കെ വെച്ചിട്ടും ഇവന്റെ ബന്ധനം അഴിഞ്ഞില്ല. കർത്താവ് ഭൂതത്തെ നോക്കിയില്ല, ശിഷ്യന്മാരെ നോക്കി. എടാ വിശ്വാസികളെ, നിന്റെയൊക്കെ കൂടെ എത്ര നാളെ ഞാനിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച്. രാവിലെ സകല പുരുഷാരം വന്നപ്പം സ്പെഷ്യലിസ്റ്റുമാരെ 12 എണ്ണം ചൊക്കി ചൊളിഞ്ഞ് നിൽക്കുകയാണ്. വയറ് നിറച്ച് കിട്ടി കർത്താവിൻ്റെ എന്ന്. ഇങ്ങനെ ഡിമ്മായി ഇനി ഒരു സ്തോത്രം പോലും പറയാൻ കപ്പാസിറ്റി ഇല്ലാതെ നാണം കെട്ട് വരുന്ന വഴിക്കാണ് ഈ ഗ്രൂപ്പിൽ പോലും ഇല്ലാത്തൊരുത്തൻ ഭൂതങ്ങളെ കീഴടക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയോ സാധനം? ഈ സംഭവം കഴിഞ്ഞ് വരുമ്പോഴാ 12 പേരുടെ കൂട്ടത്തിൽ ഇല്ലാത്തവൻ, യേശുവിനെ ഇവൻ കണ്ടിട്ട് പോലും ഇല്ല, ഒരുത്തൻ യേശുവിന്റെ നാമത്തിൽ വഴി നിന്നുകൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു. ഇനി യോഹന്നാൻ പറഞ്ഞ സ്റ്റോറി നിങ്ങൾ കണ്ടേ? യോഹന്നാൻ അവനെ യേശുവിന്റെ ശീലിക്കാനുള്ള ആവേശത്തിലൊന്നുമല്ല, വഴക്ക് കിട്ടി സ്പെഷ്യലിസ്റ്റുമാർ വരുമ്പോൾ വഴിയിൽ നിന്നൊരുത്തൻ ബന്ധനം ഒഴിക്കുകയാണ്. യോഹന്നാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വാക്ക് അവൻ വിരോധിച്ചു.
നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആത്മാവേദാന്ത് നിങ്ങൾ വിവേചിച്ചോണം കേട്ടോ. സ്തോത്രം. വിരോധിച്ചു, മേലിനി ശുശ്രൂഷിക്കരുത്, പ്രശ്നം ഉണ്ടാക്കി താഴേക്ക് വരികയാണ്, വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒന്ന്, വലിയവനാരെന്നുള്ള ചിന്ത. രണ്ട്, മറ്റൊരുത്തന്റെ അഭിഷേകത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത മൈൻഡ് സെറ്റ്. ഞാൻ അടിക്കുന്ന മാത്രമേ കയ്യടിയുള്ളൂ, ഞാൻ ചാടുന്ന മാത്രമേ ചാട്ടമുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥനയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ദുരുപദേശം. അതേത് ആത്മാവ്? സ്തോത്രം. അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത. മൂന്നാമത്തത്, ശിഷ്യന്മാരോട് കർത്താവ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി വഴി ഒരുക്കണം. പോകുന്ന പോക്ക് ശമരിയ വഴി പോകണം. ശമരിയക്കാർ പറഞ്ഞു, നിന്നെ നിന്റെ ആൾക്കാർ ഇങ്ങോട്ട് കയറ്റി കയറുന്നു. പത്രോസിനങ്ങ് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പത്രോസ് പറയും, എൻ്റെ പൊന്നു ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് പോയ പൗമാര് വഴി തരികയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഏലിയാവ് പണ്ട് പ്രാർത്ഥിച്ച് തീ ഇറക്കിയ പോലെ അവന്മാരെ അങ്ങ് കത്തിച്ച് കളഞ്ഞേര്. അങ്ങനല്ലയോ വാക്യം? നിങ്ങൾക്ക് വാക്യം വേണോ? 54-ാമത്തെ വാക്ക്, അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി. അങ്ങനല്ലയോ? അപ്പൊ പുള്ളിക്കാരേലും വഴി കൊടുത്തില്ലേ, പുള്ളി എന്തോ ചെയ്യും? തീ. കർത്താവിനോട് പറയണം, എൻ്റെ പൊന്നു കർത്താവേ, നിനക്ക് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, നീ പറയുന്ന കത്തിക്കും ഞാനെന്നുമാരെ. ഈ മൂന്ന് പ്രശ്നം, മേജർ സബ്ജക്റ്റ്. വലിയവൻ, മറ്റുള്ളവൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത മൈൻഡ്. മൂന്ന്, തനിക്ക് അനുകൂലമായി ഒരുത്തൻ നിന്നില്ലേ അവനെ കത്തിക്കും. ഇനി അപവാദം പറയണമെങ്കിൽ പറയും, കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയും, ശരിയല്ലെന്നുള്ള സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ സ്റ്റോറി ഉണ്ടാക്കും. ഇത് മൂന്നും അകത്ത് കയറിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് 15 Pro തീർന്നു. സ്തോത്രം. ഇത് മൂന്നും അകത്ത് കയറിയപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. കർത്താവ് 9-ാം അധ്യായത്തിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. 9-ാം അധ്യായം കൊണ്ട് 12 പേർക്ക് അതിരിട്ടു. 12 പേരെ പിടിച്ചു നിർത്തിയിട്ട് 10-ാം അധ്യായത്തിൽ അവൻ വേറെ 70-നെ തപ്പിപ്പോയി. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? വേറെ 70-നെ തപ്പിപ്പോയി. ഈ 70-ഉം പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തുമാരൊന്നും ചെയ്തിട്ടില്ല. പത്രോസ് ഭൂതത്തെ പുറത്താക്കിയ പോലെ തന്നെയാണ് ഈ 70-ഉം ഭൂതത്തെ പുറത്താക്കിയത്. പക്ഷെ ഈ 70 പേർ തിരിച്ചു വന്നപ്പോ യേശു പറയാണ്, നിങ്ങൾ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ടത് ഇടിമിന്നൽ പോലെ സാത്താൻ വീഴുന്നത് കണ്ടു. ഓ ഗോഡ്, എന്താ 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 ഇവിടെ സംഭവിച്ചേ? അവര് ചെയ്ത തന്നെയല്ല ഇവരും ചെയ്തേ. അവര് പറഞ്ഞത് തന്നെ ഇവരും പറഞ്ഞത്. അവരെന്തൊക്കെ നിന്റെ നാമത്തിൽ ചെയ്ത് അത് തന്നെ ഇവരും ചെയ്തത്. പിന്നെ എന്താ അവരോട് പറയാത്തത് ഇവരോട് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവച്ചപ്പോ മിന്നൽ പോലെ വീഴുന്നത് കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം. രണ്ട് വാക്കുകൾ പറഞ്ഞു നിർത്താം. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ശക്തിയും അധികാരം. 9-ാം അധ്യായം 1, 12 പേരെ അടുത്തു വിളിച്ചു. അവർക്ക് സകല ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ ശക്തി അധികാരം കൊടുത്തു. എബ്രായ പദം എക്സൂസിയ. എക്സൂസിയ 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 എന്ന വാക്കിന്റെ അർത്ഥം, എക്സൂസിയ എന്ന വാക്കിന്റെ അർത്ഥം പകരപ്പെടുന്ന അഭിഷേകം. പകരപ്പെടുന്ന അഭിഷേകം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുക. ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴിക്കുക. നിറഞ്ഞിരിക്കുന്ന ഒന്നിൽ നിന്നും ഒഴിക്കുക, പകരപ്പെടുക, എക്സൂസിയ. പക്ഷേ ലൂക്കോസ് 10:70 പേരെ അടുത്ത് വിളിച്ചു, ശക്തിയും അധികാരം കൊടുത്തു. അവിടെ പറഞ്ഞത് എക്സൂസിയ അല്ല, അവിടെ പറഞ്ഞത് ഡുനാമിസ് ആണ്. ആ വാക്കിന്റെ അർത്ഥം പകരപ്പെടുമെന്നല്ല. ആ വാക്കിന്റെ അർത്ഥം എന്താണോ സോഴ്സ്, സോഴ്സിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുക. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവശക്തി എന്താണോ അതായി തന്നെ തീരുക. ഡുനാമിസ്, സ്ഫോടനാത്മകരമായ ദൈവശക്തി. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ, സ്ഫോടനാത്മകരമായ ദൈവശക്തി. ലൂക്കോസ് 10, സ്ഫോടനാത്മകരമായ ദൈവശക്തിയെ തലമീതെ ചുമന്നവൻ മിനിസ്ട്രി ചെയ്തപ്പം യേശു പറയുന്നു, മിന്നല് പോലെ
ഹേയ്, ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, വചനമുള്ള ബാല്യക്കാരെയല്ല, വചനമുള്ള ശൈശവരെ ഞങ്ങൾ ഇറക്കി വിടുകയാണ്. ഇവർക്ക് വലിയവരാരും അറിയണ്ട, ഇവരെ ആര് വളർത്തുന്നു എന്നവർക്കറിയണ്ട. അവർക്കൊന്നറിയാം, രാജ്യം സ്ഥാപിക്കണം, രാജ്യം സ്ഥാപിക്കണം. വലിയവനാരെന്നുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത, എതിര് പറയുന്നവനെ തകർക്കണം എന്നുള്ള ചിന്തയില്ലാത്ത, ദൈവം ഏൽപ്പിച്ചതിനെ ചെയ്യണം എന്ന് മാത്രം ഉറപ്പുള്ള ബാല്യക്കാരല്ല, ശിശുക്കൾ എഴുന്നേറ്റ് വരട്ടെ. യേശു പറയുന്ന വാക്ക്, പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരം തരുന്നു. പറഞ്ഞു നിർത്താം. 3 ജീവികളെ കുറിച്ച് യോഹന്നാൻ 10 പറയുന്നു. 1 ചെന്നായ്ക്കൾ, 2 പാമ്പ്, 3 തേള്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു നിർത്താം. 3ാമത്തെ ജീവിയുടെ പേരാണ് തേള്. പാമ്പിനെ നിങ്ങൾ ജയിക്കണം, തേളിനെ ജയിക്കണം. 3ാമത്തെ വേർഡാണ് ശത്രുവിന്റെ സകല ബലം. എന്തുവാ ഭാഷ ശത്രുവിന്റെ ബലം? എന്തുവാ ശത്രുവിന്റെ ബലം? ശത്രുവിന്റെ ബലമാണ് നമ്മുടെ ഭയം. നമ്മുടെ ഭയം. ഈ വീടിൻ്റെ മെയിൻ ഡോറ് പോലെ, അല്ലെങ്കിൽ ഈ ചർച്ച് ഹോളിൻ്റെ മെയിൻ ഗേറ്റ്, ഇതല്ല ഞാൻ പറഞ്ഞത്, താഴത്തെ മെയിൻ ഗേറ്റ് പോലെ. ആ മെയിൻ ഗേറ്റ് തുറന്നാൽ താഴത്തെ വീട്ടിലേക്കുള്ള ഗേറ്റ് നമുക്ക് ഡോറ് തുറക്കാം, ചർച്ച് ഹോളിൻ്റെയും ഡോറ് തുറക്കാം എന്നതുപോലെ തന്നെ ആ മെയിൻ ഗേറ്റാണ് ഭയം. അതൊരുത്തൻ്റെ അകത്ത് ഓപ്പണായ ബാക്കി അവനിലുള്ള എല്ലാ ഡോറും പിശാചിന് ആക്സസ് ഉണ്ട്, അവന് കിട്ടും ഡയറക്റ്റ്. ഭയം ശത്രുവിൻ്റെ ബലം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഞാൻ 10 പേരെ തിരിച്ചിറക്കുന്നത് ശത്രുവിൻ്റെ ബലത്തെ ജയിക്കാൻ. കിട്ടിയോ? ശത്രുവിൻ്റെ ബലം എന്ന് വെച്ചാൽ നമ്മുടെ ഭയം. നാം എവിടെ ഭയപ്പെടുന്നു അവിടെ ശത്രു ബലപ്പെടും. നേരെ തിരിച്ച്, നാം എവിടെ ബലപ്പെടുന്നു അവിടെ ശത്രു ഭയപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നും കൂടെ കൃത്യമായി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയാൽ, ശത്രുവിൻ്റെ ബലമായ ഭയം അകത്തു വ്യാപരിച്ചത് കൊണ്ടാണ് വലിയവനാരെന്നുള്ള ചോദ്യം വന്നേ. വേറൊരുത്തൻ മിനിസ്റ്റർ ചെയ്തപ്പം പുള്ളിക്കാരനെ അടിച്ചമർത്താനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായതിന്റെ കാര്യം അകത്ത് കയറിയ ഭയം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരുത്തൻ വഴി തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോ തീ ഇറക്കി ദഹിപ്പിച്ച് കളയണമെന്ന് പറയിപ്പിച്ചതിൻ്റെ പുറകിലുള്ള കാരണം അകത്ത് കിടക്കുന്ന ഭയം. എന്നേക്കാൾ ഒരുത്തൻ കയറിപ്പോവോ? ഒരുത്തൻ മാനിക്കപ്പെടുവോ? ഒരുത്തൻ ബ്ലസ്ഡാവോ? അവൻ്റെ ചർച്ച ആള് കയറുവോ? നിങ്ങൾ എന്നെ മിണ്ടാത്തെ? സ്തോത്രം പറഞ്ഞാട്ടെ. ഒരാൾ എന്നെ ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു, പാസേ മീറ്റിംഗ് ഇല്ലായിരുന്നോ ഇന്ന്? ഞാൻ പറഞ്ഞില്ല, ഇന്ന് വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? ഉണ്ട്. എനിക്കിപ്പോഴാണ് സമാധാനമായി. എന്തു പറ്റി? എനിക്കും മീറ്റിംഗ് ഇല്ല, നിനക്കും മീറ്റിംഗ് ഇല്ല. സന്തോഷം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വേറെ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, പാസ് ഒരു 5000 രൂപ കടം തരാവോ? പെട്ടെന്ന് ദൈവാത്മ പറഞ്ഞു, ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെയൊക്കെ കർത്താവ് പറയും. ഇല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒന്നുമില്ലല്ലോ എൻ്റെ. എടുത്ത വായിക്ക് പറഞ്ഞ വാക്ക് സ്തോത്രം. ഇല്ലെന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഓക്കെ ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ പാസ് ഇല്ലയോ? ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇതൊക്കെ ലൈവ് പോകുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ഗ്ലോറി. സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഭയമാണ് പലരെയും അഭിഷേകത്തിൽ മുന്നേറാൻ സമ്മതിക്കാത്തത്. യേശുവിൻ്റെ മറുപടി, ഈ ഭയത്തെ ജയിച്ച നീ വലിയവനാണെന്നുള്ള ചിന്തയിട്ട് തീയിറക്കുന്ന വിരോധം ഉണ്ടാക്കി അഭിഷേകമുള്ളവനെ വളരാൻ സമ്മതിക്കാതെ നീ 12 എണ്ണത്തെ വീട്ടിയിരുത്തി. എന്നാ പിശാചെ കണ്ടോ, ഞാൻ പിള്ളേരെ ഇറക്കാൻ പോവാണ്. ബാല്യക്കാരല്ല, ശിശുക്കളെ. ഓ മൈ ഗാഡ്, ഓ ജീസസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങളെ പിശാചിന് ഭയമാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ സഹോദരങ്ങളെ, പിശാചിന് നിങ്ങളെ ഭയമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നും കൂടെ, നീ പിശാചിൻ്റെ മീതെ ജയമുള്ളവനാണെന്ന് തെളിയിക്കുന്നത്, പിശാചിനെ ഭയമുള്ളവനാക്കി മാറ്റുന്നത് നിന്റെ ശാസന കേട്ടിട്ടല്ല, ടങ്സ് പറഞ്ഞിട്ടല്ല, നിന്റെ ബലം കണ്ടിട്ടല്ല. സിമ്പിളായിട്ട് ഞാൻ പറയാം, നിന്റെ ജനനത്തെ തടയാൻ അവന് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ജയം.
നിന്റെ ജനനം തടയാൻ പിശാചിന് പറ്റിയില്ലെങ്കിൽ നീ ജീവനോടിരിക്കുന്ന കാലം നിന്നെ ജയിക്കാൻ പിശാചിന് കഴിയില്ല. വിശ്വസിക്ക്. നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിനെ തടയാൻ പിശാചിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജീവനോടിരിക്കുന്ന കാലം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രതിസന്ധിയെ നിനക്ക് ജയിക്കാം. നിനക്കേ ജയിക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിശാചിന്റെ ഭയം, ഈ ഭയത്തെ ജയിക്കാൻ യേശു പറഞ്ഞത് പാമ്പിനെ ജയിക്കണം, തേളിനെ ജയിക്കണം. പാമ്പിന്റെ ശക്തികളെ കുറിച്ച് അറിയാം, വിശദീകരിക്കേണ്ട. തേളിന്റെ ശക്തി എന്താണ്? ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. തേളിന്റെ ശക്തി വെളിപ്പാട് പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. തേളിന്റെ ശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. ആ ശക്തി വെളിപ്പെട്ട് വരുന്നത് പാതാളത്തിൽ നിന്നുമാണ്. പാതാളത്തിൽ നിന്നും പുക ഉയരുന്നത് പോലെ ഈ ശക്തി പൊങ്ങി വരുന്നു. ഒരു ശക്തിയാണ് ദ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് പാതാളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. ഇത് പൊങ്ങി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എൻട്രായ ഉടനെ അടുത്ത വാക്ക്, ആ സ്പിരിറ്റിന് തേളിന്റെ അധികാരം ലഭിച്ചു. പവർ, തേളിന്റെ പവർ കിട്ടി. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. തേളിന്റെ പവർ കിട്ടി. ഈ തേളിന്റെ പവറുമായിട്ട് ഇവൻ ചെന്നിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി, വാലിൽ വിഷമുള്ളുണ്ട്. ഈ മുള്ളുമായി ചെന്ന് മനുഷ്യരെ കുത്തും. ഈ കുത്തുന്ന വേദന കൊണ്ട് മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ അവർക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കഴിയുകയില്ല. വേദന കൊണ്ടവർ പുളയും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പവർ ഓഫ് സ്കോർപ്പിയൻസ്, തേളിന്റെ ശക്തിയുടെ വ്യാപാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വ്യാപാരം ഭൂമിയെ മുഴുവനും അടക്കി ഭരിക്കും. ഇത് ഏറ്റവും അധികം അടക്കി ഭരിക്കുന്നത് ഭാവിക്കകത്താണ്. ഒരുത്തൻ്റെ പ്രസന്റ് സ്റ്റേജ് അല്ല, ഒരുത്തൻ്റെ ഫ്യൂച്ചറിനകത്താണ്. വിഷമുള്ളുകൊണ്ട് കുത്തും. പാതാളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ ശക്തി, തേളിന്റെ ശക്തി വിഷമുള്ളുകൊണ്ട് കുത്തും. ഇതിനെ പൊട്ടിക്കുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ഇതിനെ പുറത്താക്കുന്നത്. യേശു ഒരിടത്തു പോലും ഈ ഭാഗം ഒഴിച്ച് വേറെ ഒരിടത്തു പോലും ദ സ്പിരിറ്റ് ഓഫ് സ്കോർപ്പിയനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, തേളിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ യേശു ഇതെവിടെയാണ് പൊട്ടിച്ചത്? യേശു ഇത് പൊട്ടിച്ചത് ക്രൂശിലാണ്. ക്രൂശിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു, പാമ്പുകളെ തേളുകളെ ജയിക്കാൻ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ക്രൂശെ വെച്ച് യേശു പറയുന്ന അടുത്ത വാക്കുണ്ട്, ഏയ് മരണമേ നിന്റെ ജയമെവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ? പാതാളത്തിന്റെ വിഷമുള്ള തേളിന്റെ ശക്തിയാണ്. ഈ തേളിന്റെ ശക്തിയെ ക്രൂശി വെച്ച് യേശു തകർത്തിട്ട് പറയുന്നു, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? ഇത് എപ്പ തകർന്നു? അടുത്ത സെക്കൻഡ് അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. ഇന്ന് പകൽ ഞാൻ ഈ പറഞ്ഞ വിജയങ്ങൾ മുഴുവനും നടക്കേണ്ടത് ദൈവത്തിന്റെ ശിശുക്കളിലൂടെയാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ശിശു എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 വയസ്സ് 12 വയസ്സ് ഈ സാധനമല്ല എടുക്കേണ്ടത്. ആത്മീകത്തിൽ ശൈശവം. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് ആരാധിക്കാൻ അറിയില്ല, എനിക്ക് അന്യഭാഷ പറയാൻ അറിയാം, കുഴപ്പമില്ല. നിന്റെ പ്രസൻസ് പോലും ശത്രുവിന് ഭയമാണ്. നീ ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ അതുപോലും പിശാചിന് ഭയം. ഇന്ന് പകൽ പാമ്പുകളെ ജയിക്കാൻ, തേളുകളെ ജയിക്കാൻ, ശത്രുവിന്റെ ബലത്തെ ജയിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന തലമുറകൾക്ക് ദൈവം കൊടുക്കുന്ന പ്രധാന ഡയമണ്ട് ഭയത്തെ ജയിക്കുമെന്നുള്ളതാണ്. ഭയം അവരെ ബാധിക്കുകയില്ല. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ?
ഭയം അവരെ ബാധിക്കുകയില്ല. ഈ തലമുറയിൽ ഗോസ്പല് പറയാൻ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ സുവിശേഷം പറയാൻ ആൾക്കാരുണ്ട്, ഗോസ്പല് ഷെയർ ചെയ്യാൻ ആളുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഗോസ്പല് ഷെയർ ചെയ്യുക മാത്രമല്ല, പറയുന്ന യേശുവിനെ തെളിയിക്കുന്ന അളവിൽ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരുത്തനോട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഒരു സിറ്റുവേഷൻ വന്നു, ഒരുത്തനോട് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഘോരവൻ്റെ പ്രഭാഷണം പോലെ എൻ്റെ പറച്ചിലെല്ലാം കഴിഞ്ഞ് ഇത് ഇവൻ നിർത്തുന്നില്ലല്ലോ എന്ന് വന്ന് എൻ്റെ സംസാരം തീരുന്നില്ലല്ലോ എന്ന് വന്നപ്പോൾ എന്നോട് ഇവൻ വാക്ക് പറയുക, പാസ്റ്ററേ നിങ്ങൾ പറയുന്ന യേശുവിൽ എനിക്ക് വിശ്വാസമില്ല, ബൈബിള് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. എടാ, ബൈബിള് സത്യമല്ലെന്ന് വിശ്വസിക്കാത്ത ഒരുത്തന്റെ മുമ്പിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ അത് അക്സെപ്റ്റ് ചെയ്യുമോ, അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. പുള്ളിക്കാരന് എനിക്ക് യേശുവിൽ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾക്ക് തൃപ്തിയാണെ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചു, അന്യഭാഷ പറഞ്ഞു. അടുത്ത 2 മിനിറ്റ് അവന്റെ രഹസ്യമായ 3 വിഷയത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഇത് വെളിപ്പെട്ടപ്പോൾ ഇവൻ ഞെട്ടിപ്പ്. ഇവൻ പറയാ, അയ്യോ ഇത് ആർക്കും അറിയാത്ത കാര്യം, ഇത് നിങ്ങൾക്കാര് പറഞ്ഞു തന്നു? എൻ്റെ കൂട്ടുകാരെ വല്ലതും വിളിച്ചോ? എൻ്റെ കൂട്ടുകാരെ വല്ലതും വിളിച്ചാണോ നിങ്ങൾ വരുന്നേ? ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, ഈ വെളിപ്പെടുത്തി തന്നയാളാണ് യേശു. തെളിയിക്കാൻ തുടങ്ങി. അവന്റെ ലൈഫ് തിരികെ. സിമ്പിൾ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. ഇന്ന് പകൽ ഞാൻ പറയാം, പിശാചിന്റെ ഭയത്തെ പൊട്ടിച്ചു കളയാൻ, പിശാചിന്റെ മുള്ളിനെ എടുത്തു കളയാൻ അകത്താത്മാവുള്ള തീയുള്ള ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഭയമാണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പ്രയോജനപ്പെടാൻ കഴിയാത്തതിൻ്റെ കാര്യം ഭയം. ഈ ഭയം ശത്രു കൊണ്ടുവരുന്നത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ കാണുന്ന ഭയം പോലല്ല. വലിയവൻ ആരെന്നുള്ള ചിന്ത ഇന്നത്തെ തലമുറയിൽ അതൊക്കെ ഒത്തിരി പൊട്ടിയിട്ടുണ്ട്. കാരണം വലിയവനാണ് ആരാണെന്നുള്ള ചിന്ത, ഈ സാധനമൊക്കെ ഇന്നത്തെ ജനറേഷനിൽ പലതിനകത്ത് പൊട്ടിമാറി. പലരും ഫ്രീ ആയി ഉപയോഗിക്കപ്പെടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇന്ന് പ്ലാറ്റ്ഫോമുണ്ട്, ദൈവം ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്നത്തെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ഭയമാണ് ഒരുവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന കുറ്റബോധത്തിൻ്റെ ആത്മാവ്. ഓ, ഞാൻ പാപം ചെയ്തു, എനിക്കിനി ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത അനുഭവങ്ങൾ. പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും എന്തിന് ശുശ്രൂഷകന്മാരുടെ മൈൻഡ് സെറ്റിനകത്ത് പോലും ഈ സ്പിരിറ്റിനെ പിശാച് തിരികെ വെച്ച് നശിപ്പിക്കുന്ന ഈ സീസണിൽ ഞാൻ പ്രവചിച്ചു തുടങ്ങാം, ഭയത്തെ ജയിച്ചൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ? ശിശുക്കൾ ജയിച്ചത് ഇതിനെയാണെങ്കിൽ യോഹന്നാൻ പറഞ്ഞു, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാൽ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ. ബാല്യക്കാരെ ജയിച്ചെന്ന് പറയുന്ന ദുഷ്ടൻ ഏതാണ്? 2 അർത്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്പർ 1, ബാല്യക്കാര് ടീനേജ് ഈ പ്രായത്തിലുള്ളവർ നോക്കിയാണ് യോഹന്നാൻ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു തിയോളജിക്കൽ മീനിങ് എടുത്താൽ ആൻസർ ഇത്രയേ ഉള്ളൂ. ആത്മയുദ്ധത്തിന് 2 ശാഖകളുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്നാമത്തെ ശാഖ സ്വർലോക ദുഷ്ടാത്മ സേനയുടെ മീതെയുള്ള ജയമാണ്. രണ്ടാമത്തെ ശാഖ എനിക്ക് എന്നോട് തന്നെയുള്ള ജയമാണ്. ക്യാരക്ടറുകൾ ഫോം ആകുന്ന സമയം, ഞാൻ ആരാണെന്ന് തെളിയിക്കപ്പെടുന്ന സമയം, എൻ്റെ ഡിസിഷനുകളെ എനിക്ക് എടുക്കേണ്ടുന്ന ടൈം ടീനേജ് പ്രായമാണ്. ആരെ സ്നേഹിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രായം, ഇഷ്ടം, പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം. സ്തോത്രം ചെയ്യുന്നു. ഡിസിഷനുകൾ എടുക്കേണ്ടുന്ന, ലൈഫിൽ എന്ത് തിരിയണം, എന്താകണം, ലൈഫിനെ സീരിയസ് ആയി കാണാൻ തുടങ്ങുന്ന, എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും നീ അറിയാതെ നിന്റെ കൂടെ കയറുന്ന ജഡമെന്ന ലോകം, ജഡമെന്ന ഇഷ്ടം, ജഡമെന്ന ദുഷ്ടൻ, ഇതിനെ ജയിക്കാൻ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ സാധ്യമല്ല. വചനം നമ്മുടെ അകത്ത് വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? സൺഡേ സ്കൂൾ ഈ ഏജിൽ നിർബന്ധമാക്കുന്നതിൻ്റെ കാര്യം, അവർ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കുന്ന സമയമാകുമ്പോൾ ലോകമെന്ന ദുഷ്ടനെ ജയിക്കാൻ അവർക്ക് വചനം തന്നെയാണ് ആവശ്യം.
ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവചനം നമ്മുടെ മുമ്പിൽ ഗൈഡ് ചെയ്യും, പ്രവചനം വഴികാട്ടിയാകും, പ്രോഫസി നമ്മുടെ മുമ്പിൽ തുറക്കും. ഞാൻ പ്രവചനത്തിനെതിരല്ല, പ്രവചിക്കാൻ ദൈവം എനിക്കും അഭിഷേകം തന്നിട്ടുണ്ട്. ഞാനും ദൈവം ആ ശുശ്രൂഷ എന്നിലൂടെയും ചെയ്യിക്കാറുണ്ട്. ചെയ്യിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. പക്ഷേ പ്രോഫസിക്ക് പോലും നമ്മുടെ മുകളിൽ ലിമിറ്റുണ്ട്. പക്ഷേ നമ്മളെ തൊടാനും വഴി കാണിക്കാനും പറ്റുന്ന ഒറ്റ കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. ഒരു പ്രവാചകൻ പോലും നിന്നോട് സംസാരിക്കാൻ പറ്റാതെ നീ ലോക്കായി പോയാലും നിന്നെ ഗൈഡ് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വേർഡ് ഓഫ് ഗോഡ്, വചനത്തിനാണ്. മീഡിയ ഇല്ലാതിരുന്നാലും, രഹസ്യമാക്കപ്പെട്ടാലും, ഒറ്റപ്പെട്ടാലും ഗൈഡ് ചെയ്യേണ്ടത് വചനമാണ്. ന്യായപ്രമാണം ഇല്ലാതിരിക്കുന്ന കാലം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത കാലം. വിശുദ്ധനായവനാണ് ജോസഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധനായവനാണ് ജോസഫ്. പിതാക്കന്മാർ നടന്നതുപോലെ നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, പിതാക്കന്മാർ തോറ്റു പോയെടുത്ത് ജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പു തരാം, ദുഷ്ടന്റെ മീതെയുള്ള ആത്യന്തിക ജയം നമ്മിൽ സാധ്യമാണ്. ആദം എത്രാമത്തെ വയസ്സിലാണ് ഈ അനുസരണക്കേട് കാണിച്ചത് എന്നെനിക്കറിയത്തില്ല. 50 വയസ്സിലോ 100 വയസ്സിലോ എത്രയിലുമാകട്ടെ. പക്ഷേ ആദം മരിക്കുമ്പോൾ അയാൾക്ക് ഏതാണ്ട് 900-ലധികം വയസ്സുണ്ടായിരുന്നു. 930 ആണോ? 930 അല്ലേ? റൈറ്റ്, 930. എത്രാം വയസ്സിലാണ് തോട്ടത്തിൽ നിന്നും അയാൾ പുറത്തായത് എന്നെനിക്കറിയത്തില്ല. പക്ഷേ അയാൾ 930 വർഷം ജീവിച്ചിരുന്നു എന്ന് ബൈബിളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് ശേഷം 9 തലമുറ കണ്ടവനാണ് ആദം. 9 തലമുറ കണ്ടവനാണ് ആദം. നമ്മൾ തോട്ടത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ആദമിൻ്റെ ചാപ്റ്റർ നമ്മൾ കീറിയെന്നാണ് വിശ്വാസം. പക്ഷെ ആദം ഭൂമിയിലുണ്ട്. 9 തലമുറ കണ്ടവനാണ് ആദം. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 9 തലമുറ എണ്ണി നോക്കിയാൽ വന്നു നിൽക്കുന്ന നോഹയുടെ തലമുറയിലാണ്. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോൾ നോഹയുടെ തലമുറയിൽ ആദം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിൻ്റെ തലമുറയിൽ ആദം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയാണ് എൻ്റെ ചോദ്യം, ഹാനോക്കിനോട് ആദമിന് പറയാനുള്ള സാക്ഷ്യം എന്തുവായിരിക്കും? നോഹയോട് ആദമിന് പറയാനുള്ള സാക്ഷ്യം എന്തുവായിരിക്കും? ഏനോഷ് ദൈവത്തിൻ്റെ നാമത്തിൽ ആരാധിച്ചവനോട് ആദമിന് പറയാനുള്ള ടെസ്റ്റ് മണി എന്തുവായിരിക്കും? പറയാനുള്ള ടെസ്റ്റ് മണി വീണതിൻ്റെ ചരിത്രമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നത് പോലെ മരിക്കുകയാണ് ആദം, ചത്തിരിക്കുകയാണ് ആദം. അയാൾക്കൊരിക്കലും തിരിച്ചു കയറാൻ അറിയില്ല. പിന്നെ ആകെ കൈമുതലായിട്ടുള്ള ഒറ്റ വാക്തത്വം, ഒരു സന്തതി വരുന്നുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഏനോഷിന്റെ തലമുറയിൽ ആദം നോക്കുന്നു, ആ സന്തതി എന്തിയേ? ഹാനോക്കിന്റെ തലമുറയിൽ ആദം നോക്കുന്ന സന്തതി എന്തിയേ? നോഹയുടെ തലമുറയിൽ ആദം നോക്കുന്ന സന്തതി എന്തി? ഏത് സന്തതി? ഞാൻ നിന്നിടത്ത് എനിക്ക് വേണ്ടി റീപ്ലേസ്മെന്റ് ചെയ്ത് നിൽക്കാൻ ഒരു സന്തതി എവിടെ? ആ സന്തതിയെ തപ്പി നടന്നപ്പോൾ ലൂക്കോസ് 10 യേശു പറഞ്ഞു, ജ്ഞാനികൾക്ക് മറച്ചത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. എന്താണ് ജ്ഞാനികൾക്ക് മറച്ചത്? പറഞ്ഞു നിർത്താം, ശത്രുവിൻ്റെ ഭയം. പിശാച്, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ്, വിശദീകരിക്കുന്നില്ല. പിശാച് കീഴടങ്ങുന്നത് എൻ്റെ നാമത്തിലാണ്, യേശുവിൻ്റെ നാമത്തിൽ. എന്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഭൂതം പുറത്തു പോകുന്നു? ആൻസർ ഇത്രയേ ഉള്ളൂ, വെട്ടേറ്റ് വീണവൻ്റെ ചരിത്രം അറിയാവുന്ന ഉലകത്തിലെ ഒറ്റൊരാൾ, അത് യേശുവാണ്. വെട്ടേറ്റ് വീണവന്റെ ചരിത്രം. ഇവൻ പണ്ടേ കസേരയും കൊണ്ട് പോയപ്പോഴേ മഹാദേവി ഇവനെ വെട്ടിയിട്ടെന്നു ചരിത്രം അറിയാവുന്ന ഒരേ ഒരാൾ യേശുവാണ്. മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം അവൻ സിംഹാസനസ്ഥനാണ്, പക്ഷെ യേശുവിന്റെ മുമ്പിൽ അവൻ വീണവനാണ്. ഈ നാമോ വരട്ട് എവിടെ പോകുമോ അവിടെ അവൻ കീഴടങ്ങും. മനസ്സിലാക്ക്. ഇന്ന് രാത്രി നമ്മൾ പിശാച് വാണ ചരിത്രം അറിഞ്ഞവനല്ല, നമ്മൾ പിശാച് വീണ ചരിത്രം അറിയാവുന്നവനാണ്. വേറെ ആരുടെ മുമ്പിലും നിന്നാലും നിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ ചരിത്രം
മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയാല്ലേ പാസ്റ്ററെ, അവൻ ആരുടെ മുമ്പിൽ കാണിച്ചാലും നെകളിച്ചാലും അഹങ്കരിച്ചാലും അവൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല. അവൻ ആരാ എനിക്കറിയാം. അലറി വെള്ളത്തിലിട്ട് തീക്കകത്തിട്ട് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ദുർഭൂത ശക്തി അവരുടെ മുമ്പിൽ കടൽപ്പണിക്കാരനായ പത്രോസ് ചെന്നിട്ട് വിട്ടുപോ എന്ന് പറയുമ്പോ ഇവന്റെ ചോദ്യം, എന്നെ പുറത്താക്കാൻ നീ ആരാ? മറുപടി, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് മകൾ അടുത്ത ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങ്. ആദം നീ തപ്പിയ ശിശു, ആദം നീ തപ്പിയ തലമുറ ഇവിടെ നിൽക്കുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചതിനെ വിശ്വസിക്കാൻ പറ്റുകയാണ്. രാമേൻ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി നിൽക്കുന്ന എത്ര ദുർഭൂത വ്യാപാരമേ, രക്തദാഹിയായ പിശാചേ, വാഗ്ദത്തമുള്ളവന്റെ കുടുംബത്തെ തകർക്കുന്ന ദുരാത്മ വ്യാപാരമേ, ശരീരത്തിനകത്തിരുന്ന് പാപം ചെയ്യിപ്പിച്ച് ശരീരത്തെ ആസ്വദിക്കുന്ന ദുർഭൂത വ്യാപാരമേ, നീ അറിയാതെ നിന്റെ ശരീരത്തെ പലയിടത്തും വെളിപ്പെടുത്തി പാപം ചെയ്യിപ്പിക്കുന്ന സകല ദുർഭൂത വ്യാപാരമേ, വേറെ ആരുടെ മുമ്പിൽ നീ നിന്നാലും യേശുവിന്റെ നാമത്തിലും ഞാനിത് പറയുമ്പോൾ ഈ മിന്നലുകൾ ഇന്ന് പകൽ വെളിപ്പെട്ടു. അന്യഭാഷ പറയാൻ പറ്റുന്നവർ പറഞ്ഞു കയറുക. ആമേൻ പറയാൻ പറ്റുന്ന പറഞ്ഞു തുടങ്ങുക. കെട്ടുപൊട്ടുക, 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 ശാപം പൊട്ടുക. കെട്ടടി, 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 കെട്ടടി. ഒരു ജനറേഷൻ വരുന്നു. ഞാൻ ഈ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളിൽ നിന്ന് ദുരാത്മ വ്യാപാരങ്ങളെ ആത്മാവിൽ വെട്ടിക്കളയാൻ ശിശുക്കൾ 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 എഴുന്നേറ്റ് വരട്ടെ. പൊട്ടിക്കാൻ ഭാവിൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കാൻ. തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ, ആത്മാവി തീ പിടിക്കട്ടെ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ 1:2-14, യോഹന്നാൻ 2:14 നമ്മൾ വായിച്ച കുറുവാക്യത്തിനകത്ത് യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ പറയാ, പിതാക്കന്മാരെ, ആ വാക്ക് കേട്ടോ, പിതാക്കന്മാരെ, നിങ്ങൾ ആദി മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ. എന്താ അതിന്റെ അർത്ഥം? എടാ, ആദി മുതലുള്ളവനെ എന്ന് നീ അറിഞ്ഞോ? അന്ന് നിനക്കറിയാം ഇവൻ വീണവനാണ്. ഇവൻ വീണവനാണ്. ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, നിങ്ങൾ ശക്തരാകയാൽ, നിങ്ങളിൽ വചനം വസിക്കയാൽ, നിങ്ങൾ ദുഷ്ടരെ. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, ആൽഫ എന്റെ ദൈവമാണ്, ഒമേഗ എന്റെ ദൈവമാണ്. ആരംഭം എന്റെ ദൈവം, അവസാനം എന്റെ ദൈവം, തുടക്കം എന്റെ ദൈവം, ഒടുക്കം എന്റെ ദൈവം. തുടക്കവും ഒടുക്കവും എന്റെ ദൈവമാണെങ്കിൽ, ആരംഭവും അവസാനം എന്റെ ദൈവമാണെങ്കിൽ, ഇടയ്ക്കെപ്പോഴോ രംഗത്തോട്ട് വന്ന് ഇടയ്ക്കെപ്പോഴോ പോകുന്നവനെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആദ്യം മുതലുള്ളവനെ
പിശാചേ, നിനക്കൊരു ഗസ്റ്റ് റോള് മാത്രമേ ഉള്ളൂ. നീ വന്നതുപോലെ കീഴടക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ പേടിക്കണ്ട. ഞാൻ ആദ്യം മുതലുള്ളവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വർഷങ്ങളായി പിശാച് നിന്നെയും നിന്റെ വീടിനെയും പറഞ്ഞു പറ്റിച്ച കള്ളത്തരങ്ങൾ ഇന്ന് പൊളിയാൻ പോവുകയാണ്. പിശാച് പണ്ടേ പറഞ്ഞു നിന്നെ തകർക്കും, നിന്നെ മുടിക്കും, അപകടങ്ങൾ കൊണ്ടുവരും, ആപത്ത് കൊണ്ടുവരും, നിന്റെ വീട് ശാപമാണ്, നിന്റെ വീട് തകർന്നു പോകും. ഇന്ന് വായി തുറന്നു പറ, നിന്റെ കള്ളത്തരങ്ങൾ നടക്കുകയില്ല പിശാചേ. കാരണം എനിക്കറിയാം നീ വീണവനാണെന്ന്. പണ്ടേ നിന്റെ വീണ ചരിത്രം അറിയാവുന്നവനാണ് ഞാൻ. ലോകത്താരുടെ മുമ്പിൽ നീ നിവർന്ന് നിന്നാലും എൻ്റെ മുമ്പിൽ നീ നിൽക്കുകയല്ല. കാരണം എന്നെ അയച്ചത് തന്നെ നിന്റെ ചരിത്രം അറിയാം. ഈ അധികാരം അകത്താരേലും ഉണ്ടോ? അന്യഭാഷ പറഞ്ഞോണ്ട് ചാടി എഴുന്നേറ്റ്, അന്യഭാഷ പറഞ്ഞോണ്ട് ചാടി എഴുന്നേറ്റ്. കയ്യടി നിർത്തണ്ട, അന്യഭാഷ പറഞ്ഞോണ്ട് ചാടി എഴുന്നേക്ക്. എല്ലാ കണ്ണുകളും അടയട്ടെ. അടുത്ത 2 മിനിറ്റ് ഇതിനകത്ത് അഗ്നിയുടെ ശുശ്രൂഷ ആത്മാവയക്കുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ഒരു ആത്മ പകർച്ച നടക്കട്ടെ. Holy Spirit. റിബീലിയാർത്ഥന. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നടയട്ടെ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞാട്ടെ. ഈ വചനം നിങ്ങളുടെ അകത്ത് കയറട്ടെ. ജയിക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കാൻ പറ്റൂ. അവന്റെ തോൽവിയുടെ ചരിത്രം നിനക്കാണ് അറിയാവുന്നത്. കണ്ണുകളെല്ലാം അടയട്ടെ. ഈ ചേർച്ചിനകത്തുള്ള യൂത്ത് മിനിസ്ട്രിയുമായി കണക്ട് ചെയ്ത എല്ലാ യൗവനക്കാരും ഓടി മുന്നോട്ട് വന്നാട്ടെ, വേഗത്തിൽ വന്നാട്ടെ. പ്രായപരിധിയാണോ മെമ്പർഷിപ്പ് എനിക്കറിയത്തില്ല, ഇവിടെ സിസ്റ്റം എങ്ങനെയാണെന്ന് കയറി വന്നാട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം വന്ന് എല്ലാ കണ്ണുകളും അടയട്ടെ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവുകളും തുറന്നേ ശബ്ദം ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഇതിൻ്റെ തൊട്ടു പുറകെ ഇവിടുത്തെ പിതാക്കന്മാർ, മാതാക്കൾ ഇവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാം നാവും തുറന്നാട്ടെ. പിശാചിന് നിന്നെ പറഞ്ഞ് കബളിപ്പിച്ച അവൻ്റെ ഒരു കള്ളത്തരങ്ങളും ഇനി നിന്നിൽ ചലിക്കുകയില്ല. ഇത് തന്നെ വിശ്വസിക്ക. പിശാചിൻ്റെ കള്ളത്തരങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല. സാത്താനെ, നിന്റെ കള്ളത്തരങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലെന്ന്, നീ പറഞ്ഞു എനിക്ക് ജോലി കിട്ടത്തില്ലെന്ന്, നീ പറഞ്ഞു എനിക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ലെന്ന്, നീ പറഞ്ഞു എൻ്റെ അഭിഷേകത്തിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റില്ലെന്ന്. എൻ്റെ ഏതൊക്കെയോ കുറവുകൾ എടുത്തു വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള നിന്റെ കള്ളത്തരങ്ങളെ ഇന്ന് ഞങ്ങൾ പൊട്ടിക്കുന്നത് നിന്റെ ചരിത്രം അറിയാവുന്നവനെ കൊണ്ടാണ്. ഇന്ന് ഈ വാക്ക് പറയുമ്പോൾ നാണം കെട്ടുന്നു പോകും പിശാച്. ചില വീടിനകത്ത് നിന്ന്, ചില കുടുംബത്തിനകത്ത് നിന്ന് അവന്റെ അവകാശങ്ങളെ എടുത്തോണ്ട് പിശാച് പുറത്ത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കണ്ണുകൾ അടയട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവർ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഒരു ഭയങ്കര അഗ്നിയുടെ പകർച്ച ഈ മണിക്കൂറുകൾ യേശുവിന്റെ ലിബാർത്ഥന ശബർത്ഥന ലിബർത്ഥനാദിയ.
ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചു പ്രാർത്ഥിച്ച് ഒരൊറ്റ മിനിറ്റ് കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്ക്. എനിക്ക് ആരാധിച്ച് മുന്നോട്ട് മണിക്കൂറുകൾ പോകണമെന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ച്. പരിശുദ്ധാത്മാവുമായി ഇതുവരെ ഒരു എൻകൗണ്ടർ ലൈഫിൽ നടക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമോ ആത്മശക്തിയോ പ്രാപിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ, ദയവായി മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ജയാളികളാകാതെ വണ്ണം നിങ്ങളുടെ മീതെ അവൻ ഉയർത്തിവെച്ച കള്ളത്തരങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. സാത്താൻ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ ജോലി, നിന്റെ ബിസിനസ്, നിന്റെ യാത്രകൾ, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്നെ നോക്കി സാത്താൻ പറഞ്ഞ കള്ളത്തരങ്ങളെ നീ വിശ്വസിക്കരുത്. എന്നിട്ട് ഹൃദയം തുറന്നു പറ, സാത്താൻ്റെ കള്ളത്തരങ്ങളെ അല്ല എനിക്ക് വിശ്വാസം, യേശുവിൻ്റെ ജയങ്ങളെയാണ് എനിക്ക് വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ 1-2 മിനിറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായി ഇതിനകത്തൊരു കൃപാവര ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കൊതിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടയണം. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിരന്തരം കേൾക്കുന്ന ഒരു ദൈവ ശബ്ദം അതാണ്. എൻ്റെയും ഫാസ്റ്റിങ്ങിൻ്റെ 7ാം ദിവസമാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കും ഭയങ്കര ബോധ്യമുണ്ട്, ഇതിനകത്ത് ഭയങ്കര മേജർ ഇമ്പാർട്ടേഷൻസ് പരിശുദ്ധാത്മാവ് നടത്തുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വിലയേറിയ സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, സമയം കഴിഞ്ഞു പോയിട്ടില്ല, ടൈം കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. നിങ്ങളെ ഒഴിവാക്കി ദൈവത്തിന് ഭാരതത്തിൻ്റെ ഉണർവ് പ്ലാൻ ചെയ്യാൻ പോലും പറ്റില്ല. നിന്നെ ഒഴിവാക്കി ദൈവത്തിനൊരു ചലനമില്ല. കാരണം നീ ദൈവത്തിൻ്റെ വിലയേറിയ സന്തതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ നിന്നെ കൊണ്ടേ ദൈവത്തിന് സാധിക്കൂ. അത് കഴിയാഞ്ഞിട്ടല്ല, യോഗ്യന്മാരെ കിട്ടാഞ്ഞിട്ടല്ല. കാരണം നീ അവൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. നീയും യേശുക്രിസ്തുവും തമ്മിൽ, ഞാൻ ഇങ്ങനെ പറയും, നീയും യേശുക്രിസ്തുവും തമ്മിൽ രാജാവും പ്രജയും എന്ന ബന്ധമല്ല. നീയും യേശുക്രിസ്തുവും തമ്മിൽ പൗലോസ് പറയുന്നു, നാം ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാകുന്നു. പ്രാർത്ഥിച്ച് കള്ളത്തരങ്ങൾ പൊളിയുന്നു. ഡീപ് ഇന്റിമസി റലം ഓപ്പൺ ആകുന്നു. നിറയട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ യൂത്തിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 7 എന്ന ആ നമ്പർ എന്തോ കർത്താവ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാണുന്നു. ഈ 7 എന്ന നമ്പർ അതെന്തുവാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആ നമ്പർ എന്നെ കർത്താവ് കാണിക്കുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, അങ്ങനെ ഒരു ആത്മതലം നിങ്ങളുടെ മീതെ തുറക്കും. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളിൽ ചിലർക്ക് പ്രത്യേകാലുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ നടക്കുകയും, ആ നടക്കുന്നതോടുകൂടെ ചർച്ചു മാത്രമല്ല പലരും ഒന്നിച്ചു കൂടുന്നൊരു ഭയങ്കര പ്രയർ. ഞാൻ ആ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, 40 അല്ല 50 അല്ല അതിലധികം ദിവസങ്ങൾ നീണ്ടുപോകുന്ന ഒരു പ്രയർ മൂവ് എവ്രി ഡേ ശബാന റബർഥനാഥന. ഇന്ന് ഞാനിത് പറയുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചോണം. എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രിപ്പയർ ആകാൻ പരിശുദ്ധാത്മ ദൂത് പറയുന്നു. ഒറ്റ മിനിറ്റ് ആ കൈകളൊന്ന് കോർത്ത് പിടിച്ച് 1 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒറ്റ സെക്കൻഡ് കൈകളൊന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് അടുത്ത 2 മിനിറ്റ് കൈ കോർത്ത് പിടിച്ച് അന്യഭാഷ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത എൽ ഷദായി ഇന്ന് ഈ തലമുറയുടെ മീതെ ആത്മാവിൽ വെളിപ്പെട്ടു വരട്ടെ. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മുതൽ ഭൂതശക്തികളെ കീഴടക്കുന്ന
അസാധാരണ വിവേചന വരത്തിന്റെ അഭിഷേകത്തെ ഞങ്ങൾ അഭിഷക്തർ ചേർന്ന് ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. എൻകൗണ്ടറുകൾ ഇവർക്കുണ്ടാകട്ടെ. ഇന്നു മുതൽ പേഴ്സണൽ പ്രയർ ലൈഫിൽ കയറാൻ പറ്റാത്തവരുടെ മീതെ മുഴുവനും നിർബന്ധിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ഞങ്ങൾ ആക്കി പ്രാർത്ഥിക്കുന്നു. അവരെ ഫോഴ്സ് ചെയ്യട്ടെ. ദൈവവചനത്തിന്റെ ശക്തി പ്രാപിക്കാത്തവരുടെ മീതെ വചനത്തിന്റെ ശക്തിയുടെ ഫോഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഈ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയാണ്. ഈ യൂത്ത് സൺഡേ എന്ന് പറഞ്ഞ് തുടങ്ങി ഈ മീറ്റിംഗ് ഇതൊരു വീക്ക് മുഴുവനും ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഓരോ പട്ടണങ്ങൾ ഇവർ പിടിച്ചതിനായി സ്തോത്രം. നെടുമങ്ങാടുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര ഡോറ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് കാണുന്നു. ആ മെയിൻ ടൗൺ അല്ല ഞാൻ കാണുന്നത്, അവിടെ നിന്ന് ഇച്ചിരി അകത്തോട്ട് കയറിയിട്ട് എന്തോ ഒരു ഭയങ്കര ഡോറ് നിങ്ങളുടെ മീതെ തുറക്കുന്നത് കാണുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ആത്മാവിൽ അൺലോക്ക് ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 6-ാം വയസ്സിൽ എന്നെ അഭിഷേകം ചെയ്ത, 10-ാം വയസ്സിൽ എന്നെ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിച്ച യൗവനക്കാർക്ക് വേണ്ടിയും ശിശുക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന മഹാദൈവമേ, ഈ ജനത്തിനു മീതെ അങ്ങയുടെ ഗ്ലോറി മാനിഫെസ്റ്റ് ആകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെളിപ്പാടുകളുടെ റലം, പ്രവചനങ്ങളുടെ റലം, ഭൂതശാന്തിയുടെ മീതുള്ള റലം, രോഗശാന്തിയുടെ റലം, വചന വെളിപ്പാടിന്റെ റലം, അസാധാരണ വിവേചനത്തിന്റെ റലം ഞാൻ ഈ തലമുറയുടെ മീതെ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്വം അങ്ങേക്ക്, ഈ ജനത്തിന് മീതെ അതങ്ങ് പകർന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ കരമാട്ടിച്ച ദൈവത്തിനൊരു പ്രാവശ്യം കൂടെ May God bless you. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ബലത്തോടെ പോക. ഇത് രാജ്യങ്ങളെ പിടിക്കുന്നതായി മാറും, പട്ടണങ്ങളെ പിടിക്കുന്നവരായി മാറും. കരമടിച്ച് ഒരുമിച്ച് കർത്താവിന് നന്ദി.